ഹായ് ഗൈസ്, സോ വെൽക്കം ടു സഫൂംബി ലല്ലൂംബി സീരീസ്. അപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിലാണെങ്കിലും കമൻറ്റ് സെക്ഷനിലും അല്ലാണ്ട് പേഴ്സണലി മെസ്സേജ് അയച്ച് ലോട്ട് ഓഫ് പീപ്പിൾ ആസ്ക് മീ എന്തുകൊണ്ടാണ് ഈ വിഷയം എടുത്തിടുന്നത്, തൻ്റെ എക്സ് ഹസ്ബൻഡ് അല്ലേ, ഡിവോഴ്സ്ഡ് അല്ലേ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് അവരോട് മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എക്സ് ഹസ്ബൻഡ് എനിക്ക് ലീഗലി ഡിവോഴ്സ് എന്ന് പറയുന്ന സംഭവം, തലാഖ് എന്നുള്ള സംഭവം എനിക്കിതൊരു തന്നിട്ടില്ല. അതിനെതിരെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസ വാങ്ങിച്ചു, അതിന് നടപടി ഉണ്ടായിട്ടില്ല. എൻ്റെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു, അതിനൊരിതുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ കേസ് കൊടുത്ത് FIR ഇട്ടു, അതിന് തീരുമാനമായിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പെൻഡിങ്ങിൽ നിൽക്കുമ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് അത്രയും ദേഷ്യം ആളോടുണ്ടാവും. ആൻഡ് പേഴ്സണലി അറിയുന്ന ഒരു വ്യക്തിയുടെ കൂടെ തന്നെ പോയോണ്ടും ആ ആൾ ഇപ്പോഴും പച്ച കള്ളം വിളിച്ചു പോകുന്നതുകൊണ്ടും, അത് കൂടാണ്ട് ആവശ്യമില്ലാണ്ട് എൻ്റെ പേര് ഇൻ്റർവ്യൂവിൽ ഓടി നടന്ന് ചറവറ എൻ്റെ പേര് വലിച്ചിടുന്നുണ്ട്. ഞാൻ ആ ആളുടെ വീഡിയോ എന്ന് ഇടാൻ നിർത്തുന്നു. ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇൻ്റർവ്യൂ എന്ന് സഫ ഇടുന്നത് നിർത്തുന്നു അന്ന് ഞാൻ വീഡിയോ ഇടുന്നത് നിർത്തും. സഫ ഇൻ്റർവ്യൂ കൊടുക്കും തോറും, അതായത് കള്ളങ്ങൾ വിളിച്ച് കൂവും തോറും എനിക്ക് എനിക്ക് വീഡിയോ ചെയ്യേണ്ടി വരും. വേറെ ഒരു വഴിയില്ല. അപ്പോൾ സഫ എന്ന് ഇത് നിർത്തുന്നു അന്ന് എനിക്ക് നിർത്താൻ പറ്റുള്ളൂ. അത് കൂടാണ്ട് സഫ ലാസ്റ്റ് ഏത് ചാനലിലാണെന്ന് എനിക്കറിയത്തില്ല, ചാനലിൽ ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുക എത്ര ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോ വീഡിയോ കണ്ടിട്ട് ഞാൻ ടിക്കിട്ട് പോവുക. കാരണം അത്രയും ഇൻ്റർവ്യൂ സഫ ഓടി നടന്ന് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് എന്താണെന്ന് ഞാൻ പറയാം, അതെന്താ റീസൺ ഞാൻ പറയാം. പക്ഷേ സഫയുടെ ടെക്നിക്ക് ഇവിടെ വർക്ക് ആവത്തില്ല. അതുകൊണ്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ, ഐ ഗസ് മെയിൻ സ്ട്രീം ആണോ എനിക്കറിയത്തില്ല, എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ച അതേ ചാനലാണ്, പക്ഷെ ഞാൻ പോയില്ല. അപ്പം ആ ചാനലിൽ എന്തോ എൻ്റെ എക്സിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യം വളരെ മ്ലേച്ഛമായിട്ടുള്ളൊരു തെണ്ടിത്തരം ഈ കളിച്ച് വിളിച്ചു പോയായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് എടുക്കുന്നത്. എനിക്കതിനെതിരെ പ്രതികരിക്കാണ്ടിരിക്കാൻ വയ്യ. അപ്പം ഞാൻ വിചാരിച്ചു ബാക്കി എല്ലാ വീഡിയോയും കൂടെ ചേർത്തിട്ട് ഒരെണ്ണം കൊടുക്കാമെന്ന്. കാരണമൊന്നുമില്ല, പറയുമ്പോൾ കളിച്ച് കുറച്ച് സത്യസന്ധമായിട്ട് സംസാരിക്കണ്ടേ. കള്ളിച്ചി എന്നല്ല എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ കള്ളിച്ചി എന്ന് വിളിക്കുന്നത്. വേറെ പലതും വിളിക്കണമെന്നുണ്ട്, പക്ഷേ എൻ്റെ ഈ മാസത്തെ ഒരു പുണ്യം ഇത് വെച്ചിട്ടും അല്ലാണ്ട് എൻ്റെ മനസ്സിൻ്റെ ഇത് വെച്ചിട്ടും ഞാൻ നിന്നെ ഒന്നും വിളിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ചോദിക്കുന്നതിനോടാണ് എനിക്ക് പറയാനുള്ളത്, എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നത് നിർത്തുന്നില്ല, എന്തുകൊണ്ട് ഇത് വിടുന്നില്ല. വേറെ കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളെ കാണിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റ വീഡിയോയിൽ നടക്കത്തില്ല. ആൻഡ് ഓൾസോ എനിക്ക് പഴം വിഴുങ്ങിയ പോലെ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ ഇരിക്കാനും ഇനി ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് വിടാം. അല്ലാണ്ട് എൻ്റെ കമൻറ്റിൽ വന്നിരുന്ന ഡയലോഗ് അടിച്ചിട്ട് എന്തിനാണിത് വിട്ടില്ലെന്ന് ചോദിച്ചാൽ, നിങ്ങൾ തരുമോ എനിക്ക് 10-20 ലക്ഷം? എൻ്റെ നിന്ന് വാങ്ങിച്ച പൈസയും എൻ്റെ വണ്ടിക്കുണ്ടായ വണ്ടി കൊണ്ട് ഇടിപ്പിച്ച എൻ്റെ നഷ്ടം, ഇതൊക്കെ നിങ്ങൾ തരുമോ? എനിക്കുണ്ടായ നഷ്ടം എനിക്കല്ലേ അറിയത്തുള്ളൂ. സോ ഞാൻ കണ്ടന്റ് എടുത്തതിൽ എനിക്കൊരു പ്രശ്നവും തോന്നുന്നില്ല. പിന്നെ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ വീഡിയോയിൽ പറയാൻ ഞാൻ കാണിച്ചു തരാം. ആൻഡ് ഓൾസോ എനിക്ക് തോന്നുന്നു ഇവൾ കല്യാണം കഴിഞ്ഞ ആൾക്കാരെ ഫോക്കസ് ചെയ്യുന്നു തോന്നുന്നു. കാരണം ആദ്യം റിഫയുടെ കാര്യം ഇവൾക്ക് അറിയത്തില്ലായിരുന്നു, ഇവള് അങ്ങനത്തെ സംഭവം കണ്ടിട്ടില്ല എന്ന് പറയുന്നു. എന്നിട്ട് അവൾ മെഹനാസിനെ കിട്ടുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇത്രയും വിവാദത്തിലിരിക്കുന്ന ഒരു വ്യക്തിനെ പിന്നെയും കണ്ടുപിടിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു വിവാദകരമായ ആൾക്കാരെയാണ് സഫ ആകർഷിച്ച് എടുക്കുന്നതെന്ന് തോന്നുന്നു. അതിലോട്ട് എന്തോ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു. അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ കള്ളിച്ചിയുടെ കള്ളങ്ങളിലോട്ട് നമുക്ക് പോവാം. ആദ്യമായിട്ട് വരുന്ന ഇൻ്റർവ്യൂ പബ്ലിക് കേരളയുടെ കാതർക്കാട് ഇൻ്റർവ്യൂ ആണ്. കാതർക്ക അതിൽ ഊക്കിയിട്ട് പോലും കുട്ടിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സോ നമുക്ക് ഇൻ്റർവ്യൂ കാണാം, കേൾക്കാം. ലല്ലു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറോട് നിങ്ങൾക്കിപ്പോൾ ഒരു ബന്ധമില്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പൊ ബന്ധമില്ലാന്ന് പറയാൻ പറ്റില്ല, ഇപ്പൊ കോണ്ടാക്ട് ഉണ്ട്. ഓ അസ്തഗ്ഫിറുല്ലാ, പടച്ചോൻ്റെ കൃപാകടാക്ഷം കൊണ്ട് ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ, ബന്ധമുണ്ടെന്ന് അവിടെ വരെ എത്തിച്ചല്ലോ. അല്ലാണ്ട് ലല്ലു ആരാ, ഞാൻ കണ്ടിട്ടില്ല, വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുള്ളെന്ന് ഉള്ള ആ സ്റ്റേജിൽ നിന്ന് ബന്ധമുണ്ടെന്ന് എത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്, അവിടെ വരെ എത്തിച്ചതിൽ. ഏത് തരത്തിലുള്ള കോണ്ടാക്ട് ആണ്? മീൻസ് കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കാറ്. കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ലല്ലു വക്കീലാണോ? എനിക്ക് സത്യം പറഞ്ഞാൽ ആ പാട്ട് കണ്ടപ്പോൾ ഞാൻ കുറേ ഇരുന്ന് ചിരിച്ചു. കേസായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നീ ലല്ലുവിനോട് സംസാരിക്കുന്നതെന്ന് കുറച്ചും കൂടെ ക്ലിയർ കട്ട് വ്യക്തമായിട്ട് സംസാരിച്ചാൽ കുറച്ചുകൂടെ വ്യക്തതയായിരുന്നു. ബിക്കോസ് എൻ്റെ പേരിൽ കൊടുത്തേക്കുന്ന കേസ് എന്താണെന്ന് വെച്ചാൽ, ഇവക്കെതിരെ വീഡിയോ ഇടരുത്, കുട്ടി ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ തൻ്റെ തലയിലാവും എന്നാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവർക്ക് ക്ലിയർ കട്ടായിട്ട് കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. അവരെന്നാ ഓക്കെ, ഞാൻ പറഞ്ഞു കോർട്ട് വഴി പൊക്കോട്ടെ, നമുക്കപ്പം നോക്കാം, എന്തെങ്കിലും എവിഡൻസും കാര്യങ്ങളൊക്കെ ഇരിക്കുമല്ലേ. അപ്പം എന്നെ പറ്റി ഇടുന്ന വീഡിയോയും ഇപ്പം ഈ കൊടുക്കുന്ന ഈ സംഭവമാണെങ്കിൽ പോലും ഈ മഞ്ഞത്തട്ടോ ഇട്ട് ഇവിടെ പോയി ഇരിക്കുന്നത് ദുവ ചൊല്ലാനൊന്നും അല്ലല്ലോ, എന്നെ പറ്റി ഇരുന്ന് സംസാരിക്കുന്നത് തന്നെയല്ലേ.
അത് തന്നെ ഞാനും ചെയ്യുന്നുള്ളൂ. ഇപ്പുറത്ത് മൈക്ക് പിടിച്ച് എന്നോട് ചോദിക്കാൻ ആരും ഇല്ലെന്നേ ഉള്ളൂ. ഞാൻ ക്യാമറ നോക്കി സ്ട്രെയിറ്റ് ആയിട്ട് സംസാരിക്കുന്നു. നിനക്ക് പക്ഷേ അങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യമില്ല, ഉറപ്പില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കേസായിട്ട് നീ എന്താണ് ലല്ലുവിനോട് സംസാരിക്കുന്നത്? കേസായിട്ടൊന്നും സംസാരിക്കാനില്ല. കാരണം എനിക്കെതിരെ നീ കൊടുത്തേക്കുന്ന കേസ് നിനക്കെതിരെ വീഡിയോ ഇടുന്നു. അല്ലാണ്ട് ഞാൻ നിന്നെ പേഴ്സണലി നമ്മൾ തമ്മിലൊരു കേസോ അങ്ങനത്തെ ഒന്നും വരാനില്ലല്ലോ. എൻ്റെ ഡീറ്റെയിൽ സംസാരിച്ച് നിനക്ക് ലല്ലുവിൻ്റെ അടുത്ത് നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. കേസ് നോക്കുന്നു, കേസ് പിടിക്കുന്നു എന്നൊക്കെ പറയാൻ ലല്ലുവിന് എന്താണ് കേസ് എന്ന് വരെ ഇതറിയോ? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ ഈ ന്യായീകരണം പറയുന്നത്? കാരണം ഫസ്മിനാന്റെ എക്സ് ഹസ്ബൻഡ് ആണല്ലോ, അപ്പൊ അവൾക്ക് എതിരെ കേസ് കൊടുക്കുമ്പം കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവന്റെ അടുത്ത് ചോദിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കോണ്ടാക്ട് ഉണ്ട്. എൻ്റെ എന്ത് ഡീറ്റെയിൽസ് ആണ് നിനക്ക് ലല്ലുവിൻ്റെ അടുത്ത് നിന്ന് കിട്ടാൻ പോകുന്നത്? എനിക്ക് മനസ്സിലാവും. എൻ്റെ നാളോ, നക്ഷത്രം, ഞാൻ ഏത് മാസമാണ് ജനിച്ചത്, എവിടെയാണ് ജനിച്ചത്, ഏത് ആശുപത്രിയിലാണ്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ആണ് നിനക്ക് വേണ്ടത്. എടി നീ ധൈര്യമായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചോ, ഞാൻ നിനക്ക് ഡീറ്റെയിൽ തരാം. എൻ്റെ കേസിൻ്റെ ആവശ്യത്തിന് നിനക്ക് ഡീറ്റെയിൽ വേണം, നീ എന്നോട് ചോദിച്ചോ. അല്ലാണ്ട് നീ ഇവിടെ കിടന്ന് കണാകുണ കിനീനി സംസാരിക്കല്ലേ. നീ വെറുതെ ഉണ്ടാക്കി ന്യായീകരണം ഉണ്ടാക്കല്ലേ. നിനക്ക് ഒരാളായിട്ട് ബന്ധമുണ്ടെങ്കിൽ അന്തസ്സായിട്ട്, തന്ത ഉണ്ടെങ്കിൽ അന്തസ്സായിട്ട് എനിക്ക് ഇന്ന ആളായിട്ട് ബന്ധമുണ്ടെന്ന് പറയാനുള്ള ഒരു ധൈര്യം കാണിക്കണം. അല്ലാണ്ട് ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുത്ത് തത്തയ്ക്ക പുത്തക്ക ഇരുന്ന് സംസാരിക്കരുത്. കാരണം ലാസ്റ്റ് പറയുമ്പം അവിടെ ഇവിടെയും ബന്ധമില്ലാണ്ടാവും. എൻ്റെ എന്ത് ഡീറ്റെയിൽസ് നിനക്ക് അവൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത്? എൻ്റെ വയസ്സ് പോലും കേസിൽ തെറ്റിച്ചെഴുതിയ ആ മൊണ്ണയുടെ അടുത്ത് നിന്ന് നിനക്ക് എന്ത് കിട്ടാൻ പോകുന്നു? എൻ്റെ വയസ്സ് അവൻ എഴുതി വെച്ചേക്കുന്നതാണ് 26 വയസ്സ്. 26 വയസ്സാവുമ്പോൾ ഞാൻ അറിയിക്കാം. എൻ്റെ പ്രായം പോലും അറിയാതെ മൊണ്ണയുടെ അടുത്ത് നിന്നാണ് എൻ്റെ ഡീറ്റെയിൽസ് കിട്ടുമെന്ന് ഈ കുട്ടി സ്ഥാപിക്കുന്നത്. കള്ളിച്ചി. ബാക്കി കേൾക്കാം. അല്ല, ഈ ലല്ലുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ലല്ലുവിനോട് കാര്യങ്ങൾ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ലല്ലുവിൽ നിന്ന് ഇത്രമാത്രം നിങ്ങൾക്ക് ലഭിക്കാനുള്ള കാര്യം എന്താണ്? ഒന്ന്, അവന്റെ എക്സ് വൈഫാണ് എന്നെ ടാർഗറ്റ് ചെയ്യണേ. ടാർഗറ്റ് അല്ല, ടാർഗറ്റ്. മിസ്റ്റേക്ക് ഉണ്ട്. അപ്പം ഞാൻ എന്തിനാണ് തന്നെ ടാർഗറ്റ് ചെയ്യുന്നത്? താൻ എൻ്റെ ആരെങ്കിലും ആണോ? എനിക്ക് തന്നെ പേഴ്സണലി എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ നിന്നെ ടാർഗറ്റ് ചെയ്യാൻ? നീയാണ് ഇതിലോട്ട് എന്നെ വലിച്ചിട്ടത്. നീയും നിൻ്റെ ഹസ്ബൻഡുമാണ് എന്നെ ഇതിലോട്ട് വലിച്ചിട്ടത്. മനസ്സിലായോ? അത് കഴിഞ്ഞ് നീ എന്നെ വിളിച്ച് സംസാരിച്ചു. അതിൻ്റെ തലേന്ന് നീ എന്നെ വിളിക്കാൻ നോക്കി. നീ എന്തിനാണ് അപ്പം ഒരു ബന്ധമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഇതൊക്കെ എന്നോട് സംസാരിക്കാൻ വന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ നിൽക്ക്. ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ ആൾക്കാർ ഓന്തിന് പോലും ഇത്രയും പെട്ടെന്ന് നിറം മാറില്ലല്ലോ റബ്ബേ. അപ്പൊ ആ ഒരു സപ്പോർട്ട് ഉണ്ട്. അവളുടെ കാര്യങ്ങളെല്ലാം അവനിക്കും അറിയാം. അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ട്. പിന്നെ അവളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവനിക്കാണല്ലോ അറിയാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അയ്യോടാ പാവം ചുച്ചു. എൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു കോണ്ടാക്റ്റാണ്. ഉടനെ ഫോൺ എടുത്ത് ചോദിക്കുന്നത് ഫസ്മിനയുടെ ഇതെന്താണ്, ഫസ്മിനയുടെ അതെന്താണ്, അത് മാത്രം നിങ്ങൾ സംസാരിക്കാറുള്ളല്ലേ. അയ്യോ, സച്ച് എ ക്യൂട്ട്. എന്താ പറയുക, ഇങ്ങനെ ഒളിഞ്ഞു നടന്ന അവിഹിതം ചെയ്യാനും വേണം ഒരു കഴിവെന്ന് എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഉള്ളൊരു എന്തെങ്കിലുമൊക്കെ വരുമ്പോഴുള്ള ഒരു കോണ്ടാക്ട്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ഉള്ള, ഞാൻ ഇപ്പോഴും പറയാണ്, ഈ ചോദ്യം ചോദിക്കാൻ എനിക്ക് അർഹതയുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നില്ല. എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ ഒരു കോളിംഗ് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം വരുമ്പോൾ ഉള്ള കോളിംഗ് ഉള്ളൂ. കുട്ടിയുടെ ഡയപ്പർ വാങ്ങാനുണ്ട്, കാണണം, ആലുവ വരാവോ, അങ്ങനത്തെ ഉള്ള അത്യാവശ്യമുള്ള കോളിംഗ് ഉള്ളൂ. അതിലിപ്പോൾ എന്താ തെറ്റ്? അതൊക്കെ ഒരു സാധാരണ നടക്കുന്ന സംഭവമല്ലേ. മഹനാസ് പറഞ്ഞ ആ ഒളിച്ചോട്ട കഥ അത് സത്യമാണോ അല്ലയോ? ഒളിച്ചോടിയിട്ടില്ല. കാരണം തിരൂര് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഞാനും മാനും തമ്മിൽ കണ്ടിട്ട് പോലീസുകാർ എന്നെ വിട്ടു. ഫോണൊക്കെ എൻ്റെ അടുത്ത് വാങ്ങിച്ചെടുത്തിട്ട് ഫോൺ എൻ്റെ അടുത്ത് തന്നിട്ട് മോള് പോയിക്കോ, വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞാൽ എന്നെ വിട്ടിട്ട് ഞാൻ റിട്ടേൺ പോരുമ്പോഴാണ് ഞാൻ ഈ സ്റ്റോറി കാണുന്നത്. ഓക്കെ, അപ്പോൾ തിരൂര് പോയപ്പോഴാണ്, സ്റ്റേഷനിൽ പോയിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ തിരൂര് എന്തിനാണ് പോയത്? 13-ാം തീയതി വീട്ടിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 13, 14 ഈ 2 ദിവസം തിരൂര് എന്തിനാണ് പോയത്? ഷൂട്ട് ഉണ്ടെന്ന്. അപ്പോൾ ഷൂട്ട് മലപ്പുറത്തുണ്ടെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. പിന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് തൃശ്ശൂർ ഷൂട്ട് ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ആ ഇൻ്റർവ്യൂയുടെ ഭാഗങ്ങൾ ഈ വീഡിയോയുടെ അവസാനമായിട്ട് വയ്ക്കാം. ഒരു കോൾ റെക്കോർഡിംഗ് കൂടെ നിങ്ങൾ കേൾക്കണം. അതുകൂടെ കേട്ടിട്ട് ഞാൻ ആ ക്ലിപ്പ് കാണിച്ചു തരാം. അപ്പം എവിടെയാണ് ഷൂട്ട്? കാരണം ഓടി നടന്ന് ഷൂട്ട് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. ഇപ്പം ഞാൻ തൊടുപുഴയാണെങ്കിൽ ഒരു മണിക്കൂറിൽ എനിക്ക് മലപ്പുറം എത്താനുള്ള കഴിവില്ലല്ലോ. അങ്ങനെ പഠിച്ചവൻ ഇവിടെ എയർപോർട്ട് പോലും വെച്ചിട്ടില്ല. അപ്പം അങ്ങനെ എത്താനുള്ള കഴിവുമില്ല. അതെന്ത് കഴിവാന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. കാരണം എനിക്ക് കുറച്ച് സ്ഥലങ്ങളിൽ എത്താനുണ്ട്. അങ്ങനെയുള്ള കഴിവൊക്കെ ഉണ്ടോ? തിരൂരിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാരാ? എന്റെ കൂടെയോ? എന്റെ ഡ്രൈവർ. അതിലല്ലോ അല്ല. അല്ല. അപ്പം ഇന്റർവ്യൂവിൽ
വേറെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് തിരൂരിൽ ലല്ലുവും വന്നായിരുന്നെന്ന്. അതിൻ്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ ഇവള് പറയുന്നത് ഡ്രൈവറാണ്. എന്ത് തുമ്മി തെറിച്ചു തൂറി എല്ലാത്തിനും ആ ഡ്രൈവറാണ്. ആ ചെക്കൻ്റെ പേര് എനിക്ക് തോന്നുന്നു ഡ്രൈവറെന്ന് നിങ്ങൾ മാറ്റി ചെയ്യണം. നാജിക്ക് എനിക്കൊരു ജീവിതം കിട്ടുമെന്ന് തോന്നുന്നില്ല. നിനക്കിനി ഭാവിയിൽ കല്യാണം ആലോചിക്കുമ്പോൾ ഒക്കെ സഫയുടെ കേസിൽ ഊബർ ഡ്രൈവർ ഞാനായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ ആൾക്കാർക്ക് തിരിച്ചറിയാൻ പെട്ടെന്ന് പറ്റും. അതായി പോകും നിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാനപ്പോ അന്ന് ഫ്ലാറ്റിലില്ല. ഫ്ലാറ്റിലില്ലാന്ന് സമ്മതിച്ചല്ലോ, പിന്നെയും മണ്ടത്തരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 13-ാം തീയതി അപ്പോൾ എവിടെയായിരുന്നു ഫ്ലാറ്റിലില്ലെങ്കിൽ? കാരണം വേറൊരു ഇൻ്റർവ്യൂവിൽ ഫസ്റ്റ് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ ഒളിച്ചോടി പോയിട്ടില്ലെന്ന്. റബ്ബേ, എന്ന് പറയുന്ന ആള് നിങ്ങളുടെ കൂടെ ഇല്ലേ ഇപ്പോ? നിങ്ങളുമായിട്ട് യാതൊരു കണക്ഷൻ ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ കോണ്ടാക്ട് ഉണ്ട്. ഏത് രീതിയിലുള്ള കോണ്ടാക്ട് ചോദിക്കുന്നുണ്ടോന്നും തോന്നുന്നു? ഇല്ല, നോർമലി നമ്മള് കേസും കാര്യങ്ങളൊക്കെ സംസാരിക്കും. അങ്ങനെ ഒരു കേസും കാര്യങ്ങളും സംസാരിക്കുന്ന ഒരു കോണ്ടാക്ട്, അത്രേ ഉള്ളൂ. കേസും കാര്യങ്ങൾക്കും വേണ്ടി മാത്രമുള്ള ഒരു കോണ്ടാക്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ വിളിക്കുന്നു, വേറെ ഒന്നും ഇല്ല കേട്ടോ. ഇവർ തമ്മിൽ വേറെ ഒന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കാനും പാടില്ല. അത് എന്തിനാണ് ഇവൾ ഇതിന് മാത്രം ചിരിക്കുന്നത് എനിക്കറിയത്തില്ല. ഇവൾ ലല്ലുവിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു പ്രത്യേക പ്രസന്നതയാണ് സഫയുടെ മുഖത്ത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കേസ് കാര്യങ്ങൾ പറയാൻ ഇവൻ വക്കീലല്ലോ. ഇല്ല, ഫുൾ ടൈം നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക അങ്ങനൊന്നുമില്ല. ഇപ്പൊ എന്നെ രാത്രി എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആണ്. ഇതുവരെ എന്റെ ഫോൺ ബിസി ആയിട്ടില്ലല്ലോ. അങ്ങനെ എനിക്ക് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. രാത്രി വിളിക്കുമ്പം അവൈലബിൾ ആണ്. എന്താ പറയുന്ന ഇവള്? ഏത് വിള്? കൂടെ ഉള്ള ആളെ നമ്മൾ എന്തിനാണ് വിളിക്കുന്നത്? ഇപ്പം എൻ്റെ കൂടെ ഒരു ചെക്കനുണ്ട്. ഞാനപ്പോൾ അയാൾ എന്തിനാണ് ഏതുവരെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവള് പറയുന്നതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? കൂടെ ഉള്ള ആളെ നമ്മൾ വിളിക്കേണ്ട കാര്യമില്ലല്ലോ, അടുത്തുണ്ടല്ലോ ആള്. വാട്ട് എഫ് ബ്രോ. നേരത്തെ നിങ്ങൾ പറഞ്ഞത് മാനാസ് ഉള്ള സമയത്തൊന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ ഫോൺ അവൈലബിൾ ആണ്? അതെ, ഈ അടുത്ത കാര്യം ഞാൻ പറഞ്ഞത്. ഈ അടുത്ത് ഇങ്ങനെ ഒരു കോണ്ടാക്ട് ആണല്ലോ നമ്മൾ കോണ്ടാക്ട് ആയത്. ഒരു പരിചയമില്ലാത്ത ഒരാൾ ഈ രാത്രി കാലങ്ങളിൽ നിങ്ങൾ വിളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാം? ഇപ്പോ നമ്മൾ കമ്പനിയാണ്. ഞാൻ പറഞ്ഞില്ല, എന്റെ വണ്ടി ഓടിക്കുന്ന ആള് ഇവന്റെ ഫ്രണ്ടാണ്. വണ്ടി ഓടിക്കുന്ന ആളുടെ ഫ്രണ്ട് അല്ലേ? വണ്ടി ഓടിക്കുന്ന ആളല്ലല്ലോ. അല്ല അല്ല അല്ല. ലാസ്റ്റ് മുഖം നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയത്തില്ല. മുഖം സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അതാ അവളുടെ മുഖത്തുണ്ട് ഓള് മൂഞ്ചി. കാതൃക്ക തിരിച്ചും മറിച്ച് ചോദിച്ചിട്ട് എന്നിട്ടൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല അവൾ ഊക്കുന്നതാണ്. അതാണ് ബുദ്ധിയില്ല എന്ന് പറയുന്നത്. അതാ എനിക്ക് ചോദിക്കാനുള്ളത്. ഊബർ ഡ്രൈവറിൻ്റെ തലയിലോട്ട് എന്തോരം കാര്യങ്ങൾ ഊബർ ഡ്രൈവറിൻ്റെ തലയിലോട്ട് ഇടുന്നീ. എനിക്കതാണ് മനസ്സിലാകുന്നത്. ഈ ഊബർ ഡ്രൈവർ എന്ന് പറയുന്ന ആള്, അങ്ങനെ ആളുണ്ടെങ്കിൽ ആൾ എന്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരുന്നില്ല? ഓക്കെ, ആൾക്ക് സോഷ്യൽ മീഡിയയിൽ വരാൻ താല്പര്യമില്ല, പോട്ടെ. ആളുടെ എഗ്രിമെൻറ്റാ എന്തെങ്കിലും ഒരു തെളിവുണ്ടാവുമല്ലോ. ആൾ വണ്ടി ഓടിക്കുന്നതിന് എന്തെങ്കിലും പ്രൂഫ് ഉണ്ടാവുമല്ലോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഊബർ ഓടിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. വീക്കിലി നമുക്ക് ഊബറിൻ്റെ ഇതിൽ നമുക്കിത് വരും, ഇത്ര കിലോമീറ്റർ ഓടി, നീ GPS ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്ര ഓടി എന്നുള്ള സംഭവം വരും. ആ ഓടിയ സംഭവം എന്ത് ചെയ്യും? നിന്റെ വണ്ടിയിൽ GPS ഉണ്ടെങ്കിൽ അതെവിടെ? ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നീ കാണിക്കുന്നില്ല, മനസ്സിലായി? നീ വാ വിട്ട കോടാലി പോലെ തേങ്ങ വാങ്ങാന്നിരുന്ന് പറയുന്നല്ലാണ്ട് ബുദ്ധിയില്ല, ഒന്നുമില്ല. സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് സഫയുടെ മൂന്നാമത്തെ ഇത് അടുത്ത ഇൻ്റർവ്യൂ കേട്ടോ. ഇനി കാദർക്കാട് ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇതിൽ പിന്നെ ബാക്കി പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ റിഫയുടെ കാര്യങ്ങളാണ്. ഇവള് പറയുന്നുണ്ട് ഇവളെ കൊണ്ട് അത് പുറത്ത് വരുത്തിക്കാൻ പറ്റുന്നു. ഇത്രയും നാൾ നിൻ്റെ വായിൽ പഴം വിഴുങ്ങിയിരിക്കുമായിരുന്നു, ഇത്ര നാൾ നിനക്ക് പുറത്ത് കൊണ്ടുവരണ്ടായിരുന്നു, ഇപ്പം നീ പെട്ടെന്ന് പൊട്ടി മുളച്ച് പുറത്ത് കൊണ്ടുവരുന്നു. അതും എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മുന്നിലൊക്കെ മെഹനാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇത്രയും മോശം ഇമേജ് ഉള്ളതുകൊണ്ട് ഇവക്ക് തോന്നിക്കാണും ഭയങ്കര ഈസി ആയിട്ട് ഇവക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ്. മെഹനാസിൻ്റെ കരിവാരി തേച്ചിട്ട് സിമ്പതിക്ക് വേണ്ടി ഇൻ്റർവ്യൂവിൽ പോയിട്ട് എന്നെ അടിച്ചു ഇടിച്ചു എന്നൊക്കെ വരുന്നു പറയാൻ ഭയങ്കര സുഖമാണ്. ഇതിനൊക്കെ തെളിവ് കാണിക്കുക. കാരണം ഓൾറെഡി മോശമായിട്ട് പറഞ്ഞ ഒരാളെ പറ്റി ആര് കേട്ടാലും പെട്ടെന്ന് നമ്മൾ വിശ്വസിച്ചു പോകും. ബിക്കോസ് ആ ആൾ പാസ്റ്റിൽ ഇങ്ങനെ ആണല്ലോ. ഞാൻ മെഹനാസ് സൈഡ് പിടിക്കുമെന്നല്ല, പക്ഷെ ഞാനൊരു പോസിബിലിറ്റി പറഞ്ഞാണ്. നിങ്ങളാണെങ്കിലും ചിന്തിക്കില്ല, അവൻ ഓൾറെഡി ഫസ്റ്റ് ഭാര്യയോട് ഇങ്ങനെ ചെയ്ത, അപ്പം ഇവളോട് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഇവക്ക് ആരോ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇവൾ ഇൻ്റർവ്യൂവിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് വായത്താളം അടിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പോലും ഈ അടിച്ചതിൻ്റെ തെളിവ് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ കാണിക്കുക. ഇനി അടുത്ത ഇൻ്റർവ്യൂവിൽ കേട്ടോ, മെയിൻ സ്ട്രീമിൻ്റെ ഇൻ്റർവ്യൂക്കാരോട് എനിക്ക് പറയാനുള്ളത്, ചോദിക്കുമ്പം കുറച്ച് ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് എങ്കിലും ചോദിക്കുക. കേൾക്കാം. സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് സഫയുടെ മൂന്നാമത്തെ ഒളിച്ചോട്ടമാണ് ഇത് എന്നുള്ള കാര്യം. അങ്ങനെ ഒരു കമന്റ് വരാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു ചർച്ച വരാനുള്ള കാരണം എന്തായിരുന്നു? മൂന്നാമത്തെ ആണോ അല്ലെങ്കിൽ? അല്ല, ഫസ്റ്റത്തെ അറേഞ്ച് മാരേജ് ആയിരുന്നു. സെക്കൻഡ് ഇതുപോലെ ഒളിച്ചോട്ടല്ല, വീട്ടിൽ വന്ന് ചോദിച്ചു, നിക്കാഹ് ചെയ്തളഞ്ഞു. അതാണ് മെഹനു. ഇത് മൂന്നാമത്തത് എനിക്കറിയില്ല. മൂന്നാമത് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് പറയാണ്, അയ്യോ എനിക്കറിയില്ല, ഞാൻ ഒളിച്ചോടിയ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന്. നമ്മളെ പറ്റി ഒരാൾ കള്ളം പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യമാണ് വരുന്നത്. അല്ലാണ്ട് നമുക്കൊരിക്കലും ഇങ്ങനെ ഇളിച്ചോണ്ടിരുന്ന് അയ്യോ പോടുന്നു ഞാൻ അവൻ്റെ കൂടെ പോയിട്ടില്ല
എന്ന് പറയാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഇത് ഏതൊരു മാനസികാവസ്ഥയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പലരും പറയുന്നുണ്ട് ഇപ്പൊ സഫ പറയുന്നു ഫ്ലാറ്റ് എടുത്തിട്ട് ആലുവയിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, എന്തുകൊണ്ട് വീട്ടിൽ പോയി നിൽക്കുന്നില്ല എന്നൊരു ചോദ്യം വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് വീട്ടിൽ പോയി നിൽക്കാത്തെ? വീട്ടിൽ പോയി അവരുടെ സങ്കടം കാണാൻ എനിക്ക് പറ്റില്ല. മീൻസ് ഇടക്കാണെങ്കിൽ ചിലപ്പോ ഉമ്മച്ചി പറയുമല്ലോ, നിന്റെ അടുത്ത് ഞങ്ങൾ അന്ന് പറഞ്ഞതല്ലേ, അത് ഏതൊരു പറയും. പക്ഷെ എനിക്ക് അത് കേൾക്കുമ്പോഴായിരിക്കും എന്റെ മൈൻഡ് മീൻസ് ഡിപ്രസ്ഡ് ആവാ. അത് കേൾക്കുമ്പോഴാണ് മൈൻഡ് ഡിപ്രസ്ഡ് ആവുന്നത്. അപ്പോൾ ഇവൾ ഇത്രയും വാതോരാണ്ട് പറയുന്നുണ്ട്, വീട്ടിൽ നിൽക്കുന്ന ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അതാണ് ഇതാണ്, ഡോർ തല്ലി പൊളിക്കും, മെഹനാസ് കയറി വരും, എന്നെ അടിക്കും, ഇടിക്കും, ഉപദ്രവിക്കും, കൊല്ലും. അത്രയും പ്രശ്നം നടക്കുമ്പോൾ നിനക്ക് വീട്ടിൽ പോയി അവരുടെ സങ്കടം കാണുന്നതാണോ അതോ നിനക്ക് അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് നിൽക്കുന്നതാണോ ബുദ്ധിമുട്ട്? നീ ഇത്രയും സിമ്പതി ആയിട്ട് പറയുന്നുണ്ടല്ലോ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിന്റെ വീട്ടുകാരാണെങ്കിലും നിന്നെ വീട്ടിലോട്ടല്ലേ വിളിച്ചെടുത്തത്, അല്ലാണ്ട് മോൾ അവിടെ ഒറ്റയ്ക്ക് നിന്നോ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ആരും നിർത്തത്തില്ലല്ലോ. ഇതിൽ തന്നെ ഇവളുടെ കള്ളമുണ്ട്, മനസ്സിലായി? ഒരു വീട്ടുകാരും അങ്ങനെ ഒറ്റയ്ക്ക് ഒരു മോളെ നിർത്തത്തില്ല. സംഭവം നീ മെഹനാസിൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് അവർക്ക് വലിയ താല്പര്യമില്ലായിരുന്നു, ഇപ്പോഴും അവർ വലിയ താല്പര്യത്തിലല്ല. ബിക്കോസ് ഞാൻ നിൻ്റെ ഉപ്പായിട്ട് സംസാരിച്ചപ്പോഴാണേലും മെഹനാസ് എൻ്റെ ഉപ്പായിട്ട് സംസാരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞത് നിങ്ങൾ ലവ് മാരേജ് അല്ലേ, ഞങ്ങൾ പറയാണ്ട് കല്യാണം കഴിച്ചതല്ലേ, പിന്നെ എന്തിന് ഞങ്ങൾ ഇതിൽ ഇടപെടണം എന്ന് നിൻ്റെ ഉപ്പ സംസാരിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇവൾ വീട്ടിൽ പോകാത്ത അതുകൊണ്ടാണെന്ന്. അപ്പോൾ പറയുമ്പോൾ ക്ലിയർ ആയിട്ട് കാര്യം പറയാം. ഓക്കെ, ആകെപ്പാടുള്ളത് വണ്ടി ഊബറിന് കൊടുത്തേക്കുന്നു എന്ന് മാത്രമാണ്. ആ ഒരു വരുമാനം കൊണ്ടിട്ട് കുട്ടീനെ നോക്കിട്ട് എല്ലാം ആവൂല. പിന്നെ കേസും കാര്യങ്ങളും ആരാ കൂടെ ഉള്ളത് ചെയ്യാനായിട്ട്, സഹായിക്കാനായിട്ട്? കൂടെ സഹായിക്കാൻ അങ്ങനെ വേറെ ആരുമില്ല. ഒറ്റയ്ക്ക് തന്നെയാണോ കേസിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്? കുറച്ച് മുന്നേ നമുക്കൊന്ന് റിവൈൻഡ് അടിക്കാം. കുറച്ച് മുന്നേ ഇങ്ങനെയല്ല പറഞ്ഞത്, കേസിനും കാര്യങ്ങൾക്കും ഒറ്റയ്ക്കല്ലല്ലോ. നിൻ്റെ ഇടം വലം ബലമായിട്ട്, നിൻ്റെ ഇടത്തൂണായിട്ട്, നിൻ്റെ ഹൃദയത്തിൻ്റെ നെഞ്ചിലിടിപ്പായിട്ട്, നിൻ്റെ എല്ലാമായിട്ട്, നിനക്ക് സപ്പോർട്ട് സിസ്റ്റമായിട്ട് ഒരാളില്ലേ? അപ്പൊ ആ ഒരു സപ്പോർട്ട് ഉണ്ട്. അവളുടെ കാര്യങ്ങളെല്ലാം അവനിക്കും അറിയാം. അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ട്. പിന്നെ അവളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവനിക്കാണല്ലോ അറിയാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. സപ്പോർട്ടില്ലേ? പറഞ്ഞത് മാറിപ്പോകുന്നുണ്ടോ കുട്ടാ? ഞാൻ വേണേൽ ഓർമ്മിപ്പിച്ചു തരാം. അടുത്ത ഇൻ്റർവ്യൂവിന് പോകുമ്പം എന്നെ വിളിക്കും, ഞാൻ പറയാം എന്തൊക്കെയാണ് സഫ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. അപ്പം മാറിപ്പോണ്ടിരിക്കാൻ എഴുതി തരാം, അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ട് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ കുറച്ച് സിമ്പിളായിരിക്കും. ഇത്ര കിടന്ന് ബബബ അടിക്കേണ്ട അവസ്ഥ വരത്തില്ല. കാരണം നീ അവിടെ ഇരുന്ന് AC റൂമിൽ ഇരുന്ന് ചെയ്യുന്നതെന്ന് തോന്നുന്നു, പക്ഷെ നീ ഇരുന്ന് വേർക്കുന്ന കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം തോന്നുക. വോയിസ് അങ്ങനെ ഇപ്പൊ ആരുമില്ല കമ്പനി. നിങ്ങൾക്കൊരു കോമൺ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ? ലൈക് സഫയ്ക്ക് മുന്നേ ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ ഈ മാനുവിന്റെ മാരേജിന് ശേഷം എല്ലാവരായിട്ടുള്ള കോണ്ടാക്ട് നിർത്തിയോണ്ട് നമ്മൾക്ക് മെസ്സേജ് അയക്കാനും വേറെ കാരണങ്ങളൊന്നുമില്ല. ഒരു വട്ടമാട്ടെ തൻസിക്ക ഇതുപോലെ വീട് വേണമെന്ന് പറഞ്ഞു കൊച്ചിയിലെ ഷൂട്ടിന്. ആ ഒരു സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ കോണ്ടാക്ട് ആക്കി, എടാ ഒരു വീട് ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ ഒരു ചാറ്റ് കണ്ടപ്പോ തന്നെ മാനു ഫോൺ വാങ്ങിച്ചിട്ട് തെറിയൊക്കെ വിളിച്ചിട്ട് അവനെ ഇതിലേക്ക് ഇനി മെസ്സേജ് അയക്കണ്ട അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. ബോയ്സ് കമ്പനി ഇല്ല എന്ന് പറയുന്നു. ഓക്കെ, ഞാനിവിടെ ഒരു ചാറ്റ് കാണിക്കാം. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സഫ ഒന്ന് ക്ലിയർ ചെയ്താൽ കൊള്ളായിരുന്നു. പൈസ ചോദിക്കുന്നതാണ്, പക്ഷെ ആ ചോദിക്കുന്ന രീതി എന്തോ അത്ര വെടിപ്പല്ല. നിങ്ങളൊന്ന് കണ്ടോളൂ, ഞാൻ ഇവിടെ മോളിൽ കൊടുക്കാം. അതുകൊണ്ട് ജസ്റ്റ് ഹാക്ക് ആയിട്ടുണ്ടായത്. ഈ മെസ്സേജ് ഒന്ന് അയച്ചാൽ ഞാനല്ല കേട്ടോ. അപ്പൊ ഞാൻ സെക്യൂർ ആക്കിയിട്ടുണ്ട്. കാറിന്റെ എന്താ സീനെന്ന് വെച്ചാൽ എൻ്റെ കാറാണ്, ഞാനത് വേറെ ആൾക്ക് റെന്റിന് കൊടുത്ത്. അപ്പൊ അത് ആർക്കാ കൊടുത്തതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കാം. കാരണം ഡെയിലി എനിക്ക് റെന്റ് കിട്ടും, അതാണ് സംഭവം. അത് ആരാന്ന് അറിയാൻ വേണ്ടി ഇൻസ്റ്റയിൽ ഇരുന്ന് മെസ്സേജ് അയക്കണം ഓരോരുത്തർക്ക് എൻ്റെ അക്കൗണ്ട് എടുത്തിട്ട്. ഫണ്ട് സെറ്റാണോ അന്നിടാന്ന് പറഞ്ഞിട്ട്, ഫണ്ടൊക്കെ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത് അറിയാത്ത ആൾക്കാരോട്? ഫണ്ട് ചോദിക്കുമ്പോൾ പുള്ളി പറയാണ് നമുക്ക് ഫസ്റ്റ് മീറ്റ് ആക്കാന്ന്, എന്നിട്ട് തരാമെന്ന്. അതാകുമ്പോൾ ഒരു ഇതുണ്ട്. ഏത് പറ്റുമെങ്കിൽ താ. എന്തിനാണ് സഫ ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി അരക്കുന്നത്? മീറ്റ് ആക്കുന്നത് എപ്പോഴാ? കൊള്ളാം നന്നായിട്ടുണ്ട്. ആ സഫ എന്താ സംഭവിച്ചാല്, ഞാൻ സത്യം പറഞ്ഞ ഞാൻ ഇപ്പൊ ആർക്കും അങ്ങനെ കടം കൊടുക്കാൻ നിൽക്കില്ല. ഓൾറെഡി കുറേ കൊടുത്തിട്ട് എല്ലാം റിട്ടേൺ എന്ന് ചെന്നു. ഞാൻ അത്യാവശ്യം പിന്നെ ബ്ലേഡിലെല്ലാം കൊടുക്കുന്നതാ. പുള്ളി കടം കൊടുക്കാറില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ, പക്ഷെ പുള്ളി കൊടുക്കാൻ റെഡിയാണ് കേട്ടോ. പക്ഷെ ഒരു കണ്ടീഷനേ ഉള്ളൂ. കണ്ടീഷൻ ഞാൻ ഇപ്പോൾ കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക്. അതൊക്കെ ആണെങ്കിൽ പുള്ളി കൊടുക്കും. അത് അങ്ങനെ ഒരു വൃത്തിയായിട്ടവൻ. സഫ നീ ആദ്യം നമുക്ക് കാണാൻ എന്തായാലും ഞാൻ പൈസേൻ്റെ കാര്യത്തിൽ നീ ബേജാറാണ്. പൈസക്ക് നമുക്ക് റെഡിയാക്കാം. ഓക്കെ, ഞാൻ എനിക്ക് ഉറപ്പ് പറയുന്നു. പൈസേൻ്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല കേട്ടോ സഫ. അതൊക്കെ നമുക്ക് അറേഞ്ച് ആക്കാൻ പറ്റുന്ന കേസല്ലോ. പിന്നെ അത് ഞാൻ എനിക്ക് അറേഞ്ച് ആക്കി തരും, പഠിക്കണ്ട. ഓക്കെ, പക്ഷെ നമുക്കൊന്ന് കാണാൻ പറ്റും. നീ അതിന് റിട്ടേൺ തന്നില്ലേ പ്രശ്നം, അതിനെക്കൊണ്ട് നമുക്കെന്തെങ്കിലും വേറെ നീ ചെയ്തു തരുമല്ലോ, അത് മതി, അത്രേ വേണ്ടു. കണ്ടില്ലേലും കുഴപ്പമില്ല, മീൻസ് പൈസ തന്നില്ലേലും റിട്ടേൺ തന്നില്ലേലും കുഴപ്പമില്ല, ഒന്ന് കണ്ടാൽ മതി.
അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുന്നത്? അതെന്ത് ഉപകാരമാണ്? അതെന്നെ സെറ്റപ്പാടാവേ, അത് കൊള്ളാലോ സ്കീം. അതെന്ത് സെറ്റപ്പ് സഫ? ഏത് സ്കീം അത്? അല്ല, എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ചോദിച്ചതാണ്. ഇതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മെഹനു നിന്നോട് ആമ്പിളോട് മിണ്ടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. കാരണം ഇങ്ങനത്തെ സ്കീമൊക്കെ പിടിച്ച ഏത് ഭർത്താവാണേലും പിടിച്ച് തല്ലും. ബാക്കി കേൾക്കാം. അപ്പോൾ ഇത്തരത്തിലൊരു ന്യൂസ് വന്നപ്പോ അതിനുശേഷം ലല്ലു കോണ്ടാക്ട് ചെയ്തു, കേസിന്റെ കാര്യങ്ങൾ ഒരുമിച്ച് പോവാന്നുള്ള കാര്യത്തിലൊക്കെ ആയി. അപ്പൊ ലല്ലു എന്തുകൊണ്ടായിരിക്കും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ പോലെ ഇടാത്തത്? ആദ്യം മുതലേ ഫസ്മിനെ ഇടുന്ന വീഡിയോസ് ചെയ്യാറില്ല, പിന്നെ കേസായിട്ട് മുന്നോട്ട് പോകുന്നതല്ലേ അവരും, അതുകൊണ്ടായിരിക്കാം. അല്ലാണ്ട് അവൻ എന്നെപ്പറ്റി ഒന്നും പറയാൻ ഇല്ലാഞ്ഞിട്ടല്ല. അല്ലാണ്ട് ഞാൻ ആ റിലേഷനിൽ അത്രയും സിൻസിയറായി നിന്ന് എനിക്ക് ഇത് കിട്ടിയിട്ടല്ല. അതുകൊണ്ടായിരിക്കുമല്ലേ? അതുകൊണ്ട് കേസായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് കുട്ടി അറിയാത്ത കാര്യം പിന്നെയും പിന്നെയും? എൻ്റെ ലൈഫിൽ നടന്ന എന്താണെന്ന് കുട്ടിക്ക് അറിയില്ല. അപ്പോൾ കുട്ടി എന്തിനാണ് ഈ വന്ന് ഡയലോഗ് അടിക്കുന്നത്? എനിക്കെതിരെ കൊടുത്തേക്കുന്ന കേസിൽ ഒരു കാര്യമില്ല. ബിക്കോസ് ഞാൻ എന്തെങ്കിലും നമ്മൾ ഒരാളെ പറ്റി ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഡീഫമേഷൻ കേസ് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒരാളെ പറ്റി ഉള്ളത് പറഞ്ഞ് അവർ പേഴ്സണലി നമ്മളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കേസ് വർക്കൗട്ട് ആവുക എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഇതുപോലെ മുന്നേ ഫസ്മിനെ എന്നെ കൊണ്ട് കോണ്ടാക്ട് ചെയ്യിപ്പിക്കുമല്ലോ, മീൻസ് അവള് പറഞ്ഞിട്ട് ഞാൻ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഫസ്മിനായിട്ട് ഞാൻ കമ്പനി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മേനു എൻ്റെ അടുത്ത് പറഞ്ഞത്, അവളായിട്ട് നീ കമ്പനി വെക്കണ്ട, അവള് വേറെ കുറെ ഡ്രഗ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, കമ്പനി വെക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കാണ്ട് ഞാൻ പറയില്ല ഫസ്മിന് അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് തൊപ്പിന്റെ ഫ്രണ്ടാന്ന് തോന്നുന്നത് ഫ്രണ്ടിനെ കൊണ്ട് വിളിപ്പിച്ച് എനിക്ക് റെക്കോർഡ് കേൾപ്പിച്ചു തന്നു. ഫസ്മിനാരുടെ അടുത്ത് കൂടണ്ടെന്ന് പറഞ്ഞേക്ക്, തൊപ്പിട്ടിട്ട് പോയത് കുറെ കാരണങ്ങളുണ്ട്, അപ്പൊ അവളുടെ അടുത്ത് അധികം കൂടണ്ട എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മേനു. ഇതാണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത സെഗ്മെൻറ്റ്. ഇതിന് ഞാൻ നിന്നെ വിളിക്കേണ്ട പുളിച്ച തെറി എൻ്റെ വായിൽ വരുന്നുണ്ട്. പക്ഷേ ഞാൻ കൺട്രോൾ ചെയ്യും, കാരണം ഇതൊരു വീഡിയോ ആയിപ്പോയി. പക്ഷെ എൻ്റെ വായിൽ മനസ്സിൽ ഞാൻ നിന്നെ അത്രയും വിളിച്ചിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്, നീ ആലോചിച്ചോണം. സോ മെഹനു പറയുന്നുണ്ട് തൊപ്പി ഇട്ടിട്ട് പോകാൻ കുറേ കാരണങ്ങളുണ്ട്, ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ എവിടെ ഡ്രഗ്സ് യൂസ് ചെയ്തതിന് എന്ത് തെളിവാണ് മോളുടെയിലുള്ളത്? മോളുടെ കൂടെയുള്ള ഇപ്പോൾ കൂടെയുള്ള മൊണ്ണേനെയാണ് ഡ്രഗ് അഡിക്ഷൻ സെൻറ്ററിൽ VRC ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടത്. VRCയിൽ ഇനി ആർക്ക് സംശയം ഉണ്ടെങ്കിലും ആർക്ക് വേണേൽ വിളിച്ച് ചോദിക്കാം, മുഹമ്മദ് സെബിൽ എന്ന് പറയുന്ന പേഷ്യൻറ്റ് ഡ്രഗ് അഡിക്ഷന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്ന്. സോ എൻ്റെ പേരിലോട്ട് ഡ്രഗ്സിൻ്റെ സീൻ ഇടല്ലേ മോളെ. ആൻഡ് ഞാനും തൊപ്പിയും ബ്രേക്കപ്പ് ആയത് ഒരിക്കലും നീ ഒരു വാണം, നിന്നെ പോലെ ഒരു വാണമൊന്നും അതിനുള്ള റീസൺ അറിയാൻ പോലില്ല. ബിക്കോസ് ഇത്രയും എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് പോലും അറിയാത്ത റീസൺ നിന്നെപ്പോലെയുള്ള വാണമൊക്കെ എങ്ങനെ അറിയാൻ? എവിടെയോ കിടക്കുന്നത് ഒലിഞ്ഞിരിക്കുന്ന ഇവള് പറയുവാണ് തൊപ്പി ഇട്ടിട്ട് എൻ്റെ റീസൺ ഇതാണ്. നീ ആരടി എൻ്റെ ലൈഫിൽ അത് പറയാൻ? ഞങ്ങൾ അത്രയും റെസ്പെക്റ്റ്ഫുള്ളി നിർത്തിയ റിലേഷൻ. അങ്ങനെയാണെങ്കിൽ പുള്ളി ഇപ്പോഴും എന്നെപ്പറ്റി നല്ലത് പറയുമോ? അല്ലെ ഞാൻ പുള്ളീനെ പറ്റി നല്ലത് പറയുമോ? ഞാൻ ഇത്രയും മൊണ്ണേനെ പറ്റി ഈ നാറിനെ പറ്റി വീഡിയോ ഇട്ടിട്ട് ഞാൻ എവിടെയെങ്കിലും ഞാൻ തൊപ്പീനെ പറ്റി മോശം പറഞ്ഞിട്ടുണ്ടോ? ബിക്കോസ് എനിക്ക് അത്രയും നന്നായിട്ട് നിർത്തിയ റിലേഷനാണ്. ഒത്തുപോകാൻ പറ്റിയില്ലെങ്കിൽ പിരിയുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പുള്ളിക്കും തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ മ്യൂച്വലി പറഞ്ഞു നിർത്തിയ റിലേഷൻ. നിനക്ക് എങ്ങനെ ഡ്രഗ്സിൻ്റെ തലയിലോട്ട് ഇടാൻ തോന്നി? നിൻ്റെ അടുത്ത് ആര് പറഞ്ഞു? തൊപ്പിയുടെ ഫ്രണ്ട് പറഞ്ഞെന്ന്. ഈ വീഡിയോ തൊപ്പിയോ അല്ലെങ്കിൽ തൊപ്പിയുടെ ഫ്രണ്ടോ ആരാന്ന് വെച്ചാൽ കാണുന്നുണ്ടെങ്കിൽ എനിക്കിത് ക്ലിയർ ചെയ്ത് കിട്ടണം. എന്ന് വെച്ചാൽ ഇത് തൊപ്പിനെയും കൂടെ ബാധിക്കുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നു. ബിക്കോസ് പുള്ളി പറയാത്ത കാര്യം ഇങ്ങനെയുള്ള വാണങ്ങളൊക്കെ പറഞ്ഞു നടന്നിട്ട് എന്നെ ഇട്ടിട്ട് പോയി ഇന്ന കാരണത്തിനാന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നീ പറയുന്നുണ്ട് നിൻ്റെ ഭർത്താവ് ഇത് പറഞ്ഞതെന്ന്. എന്ത് തൊപ്പി ഇങ്ങനെ പറഞ്ഞത്? തൊപ്പിയുടെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ ഭർത്താവിനോട് ഞാൻ ചോദിച്ചു, ആ ചാറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. ചോദിച്ചപ്പോൾ ഇല്ല വല്ലാഹി എൻ്റെ മോനാണ് സത്യം, പുള്ളി അങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്ക് നിന്നെ അറിയില്ല പേഴ്സണലി, പിന്നെ എന്തിനു ഞാൻ നിന്നെ പറ്റി ഇല്ലാത്ത പറയണം? അപ്പോൾ നിനക്ക് അവിടെ നിന്ന് അടിച്ചുണ്ടാക്കി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതും പോരാഞ്ഞിട്ട് ഞാൻ കോളിൽ മെഹനാസായിട്ട് സംസാരിക്കുന്നുണ്ട്, ആ കോള് ഞാനിവിടെ കൊടുക്കാം, അതുകൂടെ നിങ്ങൾ കേട്ടോ. ഞാൻ ഇന്നലെ ഈ സംഭവം ഇൻ്റർവ്യൂ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ മെഹനാസിനെ വിളിച്ച് ഞാൻ ചോദിച്ചു, ഞാൻ എപ്പോഴാണ് ആരാണ് എന്നെപ്പറ്റി അത് പറഞ്ഞത് എനിക്കറിയണം. ബിക്കോസ് ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ഉപയോഗിക്കാത്ത സാധനം എൻ്റെ തലയിലോട്ട് ഇടല്ലേ മോളെ. ഞാൻ ഉപയോഗിക്കാത്ത സാധനം കൊണ്ട് എൻ്റെ എക്സ് എന്നെ ഒഴിവാക്കി അങ്ങനത്തെ തന്തയില്ലായ്മത്തരം കൂടെ പറയില്ല. നിൻ്റെ ഈ സ്വഭാവം നിൻ്റെ വീട്ടിൽ വെച്ചാൽ മതി ഞാൻ പറയത്തുള്ളൂ. നിൻ്റെ വളർത്തുദോഷമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ തെണ്ടിത്തരമൊക്കെ വിളിച്ചു പോകാൻ പറ്റുന്നത്. ബിക്കോസ് എനിക്ക് അത്രയും ദേഷ്യമുള്ള കാര്യമാണ് നമ്മളെ പറ്റി ഇല്ലാത്തൊരു കാര്യം ഒരാൾ ഇത്രയും നന്നായിട്ട് ഉണ്ടാക്കി പറയുന്നത്. എനിക്കൊരിക്കലും നിന്നോട് ആരെങ്കിലും ഒളിച്ചോടി എന്ന് ചോദിച്ചാൽ നീ ഇരുന്ന് ചിരിക്കുന്ന പോലെ എനിക്ക് ആരെങ്കിലും എന്നോട് ചെന്ന് ചോദിക്കോ തൊപ്പി നിന്നെ ഇട്ടിട്ട് പോയ ഡ്രഗ്സ് അല്ലെന്ന് പറയുമ്പോൾ അല്ല എന്ന് പറഞ്ഞ് എനിക്ക് ഇളിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് നല്ല ദേഷ്യം വരും. സോ ഇല്ലാത്തവരെ ഉണ്ടാക്കി പറയാണ്ടിരിക്കാൻ ഞാൻ ആ വോയിസ് ഇവിടെ കൊടുക്കാം, നിങ്ങൾ കേട്ടോ. ഞാനും സഫ അത് സംസാരിച്ചപ്പോഴത്തേക്കും നീ അവളോട് പറഞ്ഞെന്ന് എന്താ
ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്യും, അവളായിട്ട് കമ്പനി വേണ്ട എന്ന്. എന്റെ പൊന്നു റബ്ബാണ് എന്റെ ഉമ്മാനെ പറ്റി ഞാനായിട്ട് ഒരു കാര്യം നിന്നെ പറ്റി എനിക്ക് അറിയോ? ഇല്ല, അറിയില്ല. ഓക്കെ, ഇനി നമുക്ക് ബാക്കി വെക്കാം. ഇതിനെപ്പറ്റി എനിക്ക് ഇത്ര പറയാനുള്ളൂ. അപ്പം ഉണ്ടാക്കി പറയുന്ന സ്വഭാവം നിർത്തുക. നിനക്കിനി അത്രയും നിനക്ക് തന്ത ഉണ്ടെങ്കിൽ നീ വന്ന് പറയണം തൊപ്പിയുടെ ഏത് ഫ്രണ്ടാണ് പറഞ്ഞതെന്ന്, അതോ നിൻ്റെ അപ്പുറത്തിരിക്കുന്ന മൊണ്ണ ഉണ്ടാക്കി പറഞ്ഞതാണോ എന്ന് നീ സമ്മതിക്കുക. വെറുതെ ഒരാളെ പറ്റി കിണി ഡയലോഗ് അടിക്കാണ്ടിരിക്കുക. അതും അത്രയും പബ്ലിക്കലി നിൽക്കുന്ന ഒരാളെ പറ്റി ഇങ്ങനെ സംസാരിക്കാണ്ടിരിക്കുക. അതെനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല വേറെ ആൾക്കാർ സംസാരിക്കുക. അതിന് വലിയ വലിയ പ്രശ്നങ്ങൾ വരും. ക്യാരക്ടർ ചോദിച്ചാൽ എങ്ങനെ പറയും? ഇതുപോലത്തെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞെങ്കിൽ. ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ. എങ്ങനെയാണ് ഒരാള് ഇങ്ങനത്തെ ഒരു പാർട്ണറെ കൊണ്ടു നടക്കണേന്ന് എനിക്കറിയില്ല. അതുപോലത്തെ ഒരു ക്യാരക്ടർ. വായ തുറന്ന അറിയാത്തത് അറിയില്ല വേണമെങ്കിൽ പറയാം. ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുള്ളത് സത്യമാണോ? ഒരുപാട് ന്യൂസ് യൂട്യൂബിലൊക്കെ ഞാൻ പിന്നെ കണ്ടായിരുന്നു. അവൾ തന്നെ പറഞ്ഞിട്ടുണ്ട് യൂസ് ചെയ്യുന്നുള്ളത്. ആര് പറഞ്ഞിട്ടുണ്ട്? ഞാൻ തന്നെ വന്നിരുന്നു പറയാം ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്? അങ്ങനെ ഒരു ക്ലിപ്പ് കാണിച്ചു തരാമോ ഞാൻ പറയുന്നത്? സഫയുടെ ഫുൾ നെയിം എനിക്കറിയില്ല. സഫയുടെ വീട്ടുകാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നും തോന്നരുത്. പക്ഷെ സഫ, നിനക്ക് തന്ത ഉണ്ടെങ്കിൽ നീ കാണിച്ചു തരണം കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. ആൻഡ് എന്താണ്, എന്നെപ്പോലെ ഒരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഉറപ്പായിട്ടും എന്നെ ചതിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്നെപ്പോലെ ഒരാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ ചതി എന്നുള്ള സംഭവം ഞാൻ പെട്ടെന്ന് ഇപ്പോൾ കണ്ടുപിടിക്കും. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് പോലും എന്നെ പറ്റിച്ച് എനിക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് പഠിച്ചവൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ കൂട്ടി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ രീതിയിൽ പോലും കള്ളത്തരം കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിൻ്റെ കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കി ഞാൻ നിൻ്റെ കയ്യിൽ വെച്ച് തരുന്നത്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത നിനക്കാണോ എനിക്കാണോ? കാരണം നീ 1 ഡിവേഴ്സായി, ഇപ്പം 2 കുട്ടിയായിട്ട് ഡിവേഴ്സ് ആവുന്നു. എനിക്കെന്തായാലും അത്രയും ഗതികേടൊന്നുമില്ല. ഞാൻ ലീഗലി കല്യാണം കഴിഞ്ഞ് ഡിവേഴ്സ് ആയിട്ടില്ല, നിക്കാഹേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം നിന്നെപ്പോലെ 2 പേരെ നീട്ടേച്ച് പോയിട്ടില്ല. സോ ആരുടെ കൂടെയാണ് ജീവിക്കാൻ പറ്റാത്തതെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് പ്രേക്ഷകരോടാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ അവൾ അറിയുന്ന ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു വിളിച്ചു. അവൾ ഇതുപോലെ ഇന്ന ബാറിലൊക്കെ പോയിട്ട് ഡ്രഗ്സ്, ഡാൻസ്, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഡ്രഗ്സ്, ഡാൻസ്, ബാറ്, കൊള്ളാം. ആ ഒരു സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഞാൻ പാർട്ടിക്ക് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പരിപാടിക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാനത് ഇൻസ്റ്റയിൽ വ്യക്തമായിട്ട് സ്റ്റോറി ഇട്ട് വെളിച്ചം കാര്യങ്ങളൊക്കെ കാണിച്ച് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ ഡാൻസ് ബാറ്, പബ്ബ് ഇങ്ങനത്തെ സെറ്റപ്പ് ആയിരിക്കില്ല ഞാൻ പോയിട്ടുള്ളത്. ഞാൻ പാർട്ടീസിന് പോയിട്ടുണ്ട്. അത് ഞാൻ ഇഷ്ടംപോലെ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുമുണ്ട്. എൻ്റെ വ്ളോഗിൽ തന്നെ ഉണ്ട്. അപ്പം ഞാൻ ഒളിഞ്ഞും മറിഞ്ഞും പോകുന്ന പരിപാടിയില്ല. പോകുന്നതിൽ എനിക്കൊരു തെറ്റും തോന്നില്ല. പാർട്ടിക്ക് പോകുന്നതിൽ ഇപ്പോൾ എന്താ പ്രശ്നം? പക്ഷെ ഞാൻ ബാറിൽ പോയി എന്നൊക്കെ പറയുക ഇച്ചിരി കൂടുതലല്ലേ സഫ? കാരണം സഫ വെള്ളം അടിക്കുമെന്നാണ് ഞാൻ കേട്ടത്. കാരണം സഫയുടെ ഭർത്താവ് തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് സഫ വെള്ളം അടിച്ച് വേറെ ആരുടെ കൂടെ റൂമിൽ പോയെന്ന്. അപ്പം അതിൻ്റെ വീഡിയോ അയച്ചതായിരുന്നു. അത് ഞാൻ എന്തായാലും ഇവിടെ കുറച്ച് കഴിയുമ്പോൾ പ്ലേ ചെയ്യാം. ബാക്കി നമുക്ക് കേൾക്കാം. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ എന്നെ പറ്റി കുറ്റം പറയുമ്പോ എനിക്ക് ആ വോയിസ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ തിരിച്ചിടാം. ഞാൻ ഈ കേസായിട്ട് പോണോണ്ടാണ് ഞാൻ അവിടെ അവളെ ഡിഗ്രേഡ് ചെയ്യാം. നമ്മൾ അതേ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ ഇരുന്ന് എന്താ ചെയ്യുന്നത്? ഡിഗ്രേഡ് ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് വിളിച്ചിരുന്ന് തൊപ്പി ഇട്ടേച്ച് പോയത് ഇത് ഇന്ന കാരണം കൊണ്ടാണ്, തൊപ്പി ഇട്ടേച്ച് പോയത് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്, ഇവള് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഡിഗ്രേഡ് അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ്? നിൻ്റെ ഭാഷയിൽ ഇതെന്താണ്? നിനക്ക് വിവരം ഇല്ലാത്തതാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പെണ്ണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ബുദ്ധി ഉണ്ടെങ്കിൽ ഇമ്മാതിരി വെളിവില്ലായ്മ വിളിച്ചു പോകത്തില്ല. ഇത്രയും പബ്ലിക്കലി വന്നിട്ട് ഞാനും എൻ്റെ എക്സും ബ്രേക്കപ്പ് ആയത് ഇന്ന കാരണമാണ് ഈ വാണം പറഞ്ഞിട്ടും എന്നിട്ട് ഇവളിരുന്ന് ഡയലോഗ് അടിക്കുവാണ് ഞാൻ ഡീഗ്രേഡ് ചെയ്യുന്നില്ലെന്ന്. പിന്നെ ഇതെന്താണ് മോളെ ഇത്? ഒരാൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് വെറുതെ വായത്താളം അടിച്ചാൽ അത് ഡീഗ്രേഡിങ് അല്ലേ? ഒന്നെങ്കിൽ അവളുടെ ഹസ്ബൻഡ് ആയിരിക്കുമ്പോഴാണ് ഞാൻ ലല്ലുവായിട്ട് റിലേഷനിലെങ്കിൽ അവൾക്ക് ഇതിൽ എന്നെ എന്ത് വേണേലും തരം താഴ്ത്തി പറയാം. ഓക്കെ, ഇതിപ്പോ ഹസ്ബൻഡും അല്ല, ഇതൊന്നും ഇല്ലാണ്ട് പോലും നമ്മൾ അത്രക്കും സോഷ്യൽ മീഡിയക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുഴപ്പമുണ്ടെങ്കിലും എനിക്കൊരു ചുക്കും ഇല്ല. ഹസ്ബൻഡ് ആയിരിക്കുമ്പോൾ പോയാൽ പറയാൻ റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പോയോണ്ട് റൈറ്റ് ഇല്ലെന്ന്. അപ്പം ഞാൻ നിന്നോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ, എന്താ ഈ ഹമുക്കിനോട് ഈ ഇബിലീസിനോടൊക്കെ എന്താ പറയാ? ഇബിലീസ് എന്നല്ലേ വിളിക്കാൻ പറ്റും ഈ ഒരു അവസരത്തിൽ? എന്താ അല്ലാണ്ട് ചെയ്യാ? ഈ കേസിന് ശേഷം ഇപ്പൊ ലല്ലു വിളിച്ചു, ലല്ലു ഇപ്പൊ നിങ്ങൾ ഒരുമിച്ച് കേസിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. ആ കാര്യങ്ങളല്ലാതെ ലല്ലു വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരുന്നോ? വേറെ ഒന്നും പറഞ്ഞില്ല. ഞാനപ്പോ ചോദിച്ചു ഇങ്ങനത്തെ ഒരു ക്യാരക്ടറുള്ള ഒരാളുടെ കൂടെ എങ്ങനെ നീ ജീവിച്ചു എന്ന് വെച്ചപ്പോ പറഞ്ഞു അതാണ്
ആളുടെ ക്യാരക്ടർ മീൻസ് കുറെ കാര്യങ്ങൾ ഇവരുടെ ഇടയിലും ഉണ്ട്. അവന്റെ കയ്യിലും കുറെ കാര്യങ്ങളും തെളിവുകളൊക്കെ ഉണ്ട്. പിന്നെ അവൻ ഇടാത്തത് അവനും കേസായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ അവന് ആദ്യം മുന്നൊന്നും ഇല്ലല്ലോ, ഇവള് വന്നതിന് ശേഷമല്ലേ വന്നത്. അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്തിരിക്കാനും പുള്ളിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഒന്നും പറയാത്തത്. തരം താഴ്ത്തത് കൂടെ ജീവിച്ചൊരു പെണ്ണല്ലേ എന്നൊരു വാക്ക് അവൻ എന്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവൻ വീഡിയോ ഇടാത്തത് അവൻക്ക് എൻ്റെ എതിരെ ഇത്രയും തെളിവുണ്ട്. അപ്പോൾ വീഡിയോ ഇടാത്തത് എന്തുകൊണ്ടാണ് അവന് താല്പര്യമില്ലാത്തതുകൊണ്ട്, അല്ലാണ്ട് തെളിവില്ലാഞ്ഞിട്ടല്ലല്ലേ മോളെ. എനിക്കെതിരെ തെളിവുണ്ടെങ്കിൽ ഞാൻ തൻ്റെ ഉണ്ടെങ്കിൽ നീ വീഡിയോ ഇടുന്ന ഞാൻ അത്രയും വെല്ലുവിളിച്ചിട്ടും ആ നട്ടലില്ലാത്ത ആ മൊണ്ണ വന്നിട്ട് ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ല. ബിക്കോസ് അവൻ്റെ ഒരു ചുക്കും എനിക്കെതിരെ പറയാനില്ല. ഇനി ഉണ്ടെങ്കിൽ അവൻ എത്രയോ മുന്നേ നിങ്ങളുടെയൊക്കെ മുന്നിൽ അത് എത്തിച്ചേനെ. അവൻ ഘോരമായി മെസ്സേജ് അയച്ച് എന്നെപ്പറ്റി കുറ്റം പറയുമ്പോഴും ഓരോ പെൺപിള്ളേരുടെ അടുത്ത് പോയിട്ട് അപ്രോച്ച് ചെയ്ത് എന്നെപ്പറ്റി കുറ്റം പറയുമ്പോഴും അവന് കാണിക്കാൻ തെളിവില്ല. അവിടെയാണ് മൂഞ്ചി പോയത്. അല്ലാണ്ട് നീ പറയുന്ന പോലെ കേസ് കൊടുത്തുകൊണ്ടാണ് ലല്ലു എന്നെ പറ്റി പറയാത്ത. ലല്ലുവിൻ്റെ തെളിവ് ദേ ഫോണിൽ ഇങ്ങനെ ഇപ്പം ഇത് വിട്ടാൽ ഫസ്ബിനെ കുടുങ്ങി ഫസ്ബിനെ തീർന്നു എന്നുള്ള ഒരു സാധനവും ഇല്ല. അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല. ആ പേടി ഉണ്ടെങ്കിൽ ഫസ്ബിനെ ഇങ്ങനെ കസേര വന്നിരുന്ന് ഡയലോഗ് അടിക്കത്തില്ല. ഈ ഡയലോഗ് അടിക്കാനുള്ള ഇത് കാണിക്കുന്നത് നിനക്കോ അവനോ ഒരു വാണത്തിനും നിന്നെ പോലെയുള്ള ഒരു കൃമി പിടിച്ച് നടക്കുന്ന ഒരുത്തിക്കും എന്നെ പറ്റി പറയാൻ ഒരു ചുക്കും ഇല്ല. മനസ്സിലായോ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ടില്ലേ എന്തുകൊണ്ടായിരിക്കും എന്റെ പേര് ഇതിൽ വന്നത്? അല്ലെങ്കിൽ നമ്മള് സംസാരിച്ചിരുന്നു. സ്വാഭാവികം ആ ഒരു ബാഗില് മീൻസ് ഇവന്റെ കാര്യങ്ങൾ വരുമ്പോ ഡൗട്ട് അടിക്കാം. അതാണ് എനിക്ക് തോന്നുന്നത്. ബാഗിൽ ഇവൻ്റെ കാര്യം വന്നുകൊണ്ട് ഡൗട്ട് അടിച്ചു. അപ്പം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവരുടെ പേര് വന്നത്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേര് വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പരസ്യമായിട്ട് ഡിസ്കസ് ചെയ്ത് പറയാം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുൽസിതമായിട്ടുള്ള ബന്ധം പുലർത്തുന്നു. പക്ഷെ നിങ്ങളത് പബ്ലിക്കിലോട്ട് ഇടുന്നില്ല. നിങ്ങൾ ഊബർ ഡ്രൈവറിൻ്റെ തലയിലോട്ട് ഇടുന്നു. നിൻ്റെ വണ്ടിയായിട്ട് അവൻ കണ്ട പെൺപിള്ളേരോട് കറങ്ങാൻ പോകുന്നു. ഇതൊക്കെ ഞാൻ ഒറ്റ വീഡിയോയിൽ ഇത് ഫുള്ളായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ലല്ലു എങ്ങനെ എവിടെയൊക്കെ പോകുന്നു, ലല്ലു ആണോ വണ്ടി ഓടിക്കുന്നത് അതോ നിൻ്റെ ഊബർ ഡ്രൈവറാണോ വണ്ടി ഓടിക്കുന്നത്, ഊബർ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം നിൻ്റെ വണ്ടിക്കുണ്ടോ എന്നൊക്കെ ഞാൻ കാണിച്ചു തരും. അപ്പം മോള് ഇതേപോലെ ഓടി നടന്ന് ചറവറ ഇൻ്റർവ്യൂ കൊടുക്കണം. അല്ലാണ്ട് ഒളിഞ്ഞും മാത്രം ഒരു മൂലയിൽ കൊച്ചിൻ്റെ ഡയപ്പർ മാറ്റിക്കൊണ്ടിരിക്കരുത്. എന്നിട്ട് ഇപ്പൊ എന്റെ ബോയ് ഫ്രണ്ടിനോടുള്ള വീഡിയോ കണ്ടപ്പോ പറഞ്ഞു സഫ് ഇത് ആണെന്ന് പറയണ്ടാന്ന്. കാരണം എനിക്കത് പറയേണ്ട ആവശ്യമില്ല. സത്യമുള്ളതാണ് ഞാൻ പറഞ്ഞത്. എന്റെ ബോയ് ഫ്രണ്ടിനോടുള്ള വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞു. അതിലൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ബോയ് ഫ്രണ്ടിൻ്റെ കൂടെയുള്ള വീഡിയോ ആണെന്ന് നീ പറയാൻ മാത്രമൊന്നുമില്ല. ഞാൻ ഇവിടെ ഒരു ഇത് കാണിച്ചു തരാം. മെഹനാസ് തന്നെ പറഞ്ഞു ഞാൻ ലവ് ആയിട്ടുണ്ടാകുമ്പോൾ ആണ് ഇവൻ്റെ കൂടെ ബിയർ അടിച്ച് രണ്ടും ആളുകൂടെ റൂം എടുത്തത്. നിൻ്റെ ഭർത്താവ് തന്നെ പറയുന്ന കാര്യമാണ് നീ ബിയർ അടിച്ച് ആ ചെക്കനായിട്ട് റൂം എടുത്തത്. അതുകൊണ്ട് നീ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ മോള് ബിയറൊക്കെ അടിക്കുമല്ലേ? ഇന്ന ആളാണ് നീ അവരെ വിളിച്ചോന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ടാളുടെ നമ്പർ കൊടുത്തു. മെഹനാസിന്റെ ഫസ്മിനയുടെ നമ്പർ ഞാൻ കൊടുത്തു. നിങ്ങൾ വിളിച്ചെന്നാലും സംസാരിച്ചോ, ഇതിൽ എനിക്ക് പങ്കില്ല, എനിക്കൊന്നും പറയാൻ പറ്റൂല. ഇങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തണേന്ന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിച്ചു. അതായത് ഇവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ വീഡിയോ ഞാനാണ് പരസ്യമാക്കിയത്. ഞാൻ പരസ്യമാക്കിയില്ല, എനിക്ക് വേറെ ആൾക്കാർ അയച്ചു തന്നെയാണ്. ആൻഡ് ഇത് പരസ്യം ആവണമെങ്കിൽ തന്നെ നിൻ്റെ പ്രൈവറ്റ് അക്കൗണ്ടിൽ നീ ക്ലോസ് ഫ്രണ്ട്സിൽ ഇട്ട വീഡിയോ ആണിത്. അപ്പം നീ പരസ്യമാക്കിയിട്ടാണല്ലോ ഇതിപ്പം വലിയ പരസ്യമായി മാറുന്നത്. അപ്പം നീ എന്തിനാണ് പരസ്യമാക്കിയത്? നീ പരസ്യമാക്കിയോണ്ടല്ലോ ഇപ്പം ആ ചെക്കന് ജീവിതം കിട്ടാണ്ട് പോകുന്നത്. എന്താ സഫ ഇങ്ങനെ മാറ്റി ഓന്ത് മാറുന്ന പോലെ ഇങ്ങനെ മരയോന്താവല്ലേ? എന്നാലും ഫസ്മിനയ്ക്ക് എന്തായിരിക്കും അത്ര നാളൊരു കൂട്ടുകാരിയായിട്ട് മെസ്സേജ് ഒക്കെ അയച്ചോണ്ടിരുന്ന ആൾക്ക് ഫസ്മിനയ്ക്ക് സഫേനോട് എന്തായിരിക്കും ഒരു ദേഷ്യം, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് വരാനുള്ളൊരു? മേ ബി അവൾക്ക് ചിലപ്പോ ലല്ലുവായിട്ട് പിരിഞ്ഞാലും ഒരു ഹസ്ബൻഡ് വേറൊരു പെണ്ണായിട്ട് പോകുമ്പോ ഒരു ഇതുണ്ടാവുമല്ലോ. മേ ബി അത് വെച്ചിട്ടായിരിക്കും. ഇപ്പൊ എന്റെ മാത്രമല്ല, ഇതിനു മുന്നേ കുറെ പേരായിട്ട് മെസ്സേജുകൾ വരെ ഇട്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ അവരുടെ ഇപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡായിട്ട് ഡിവോഴ്സ് ആയത്, ഞാൻ പുള്ളിനെ പറ്റി അവിടെ പറയാനും വന്നിട്ടില്ല, ഞാൻ ഒന്നിനും നിൽക്കാത്തൊരു വ്യക്തി. അത് അവിടെ കഴിഞ്ഞു, ആ ലൈഫ് അവിടെ കഴിഞ്ഞത് പാസ്റ്റ് ആയി. അതുപോലെ ഒന്ന് ഇവൾക്ക് കുറച്ച് ബുദ്ധിപൂർവ്വം ചിന്തിക്കാം. അത് പാസ്റ്റ് ആയി മീൻസ് അവർ ഹസ്ബൻഡായിട്ട് ഡിവോഴ്സ് ആയി, അവരുടെ ലൈഫിൽ ഇന്നൊരു കാരണം മീൻസ് എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ പറയാം, ഇന്ന കാരണം കൊണ്ട് നമ്മൾ പിരിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയ പറയാം. പക്ഷെ അത് തൊട്ടിട്ട് ഇങ്ങനെ ഒരാളെ ചൂഷണം ചെയ്യേണ്ട ഒരു കാര്യമില്ല, അതിനുള്ള റൈറ്റ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പാസ്റ്റോ പേസ്റ്റോ ഒന്നും എനിക്കറിയത്തില്ല. എനിക്ക് കുറച്ച് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് മോളെ. അപ്പം അതൊക്കെ നികത്താൻ നിൻ്റെ കൂടെ ഉള്ളവനോട് പറ. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ, എൻ്റെ നിന്ന് പോയ കുറച്ച് കാര്യങ്ങൾ, എൻ്റെ ഫോണ്, എൻ്റെ 15 Pro Max, എൻ്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായ, ഇതെല്ലാം തരാണ്ട് ഞാൻ എങ്ങനെ എൻ്റെ മെയിനായിട്ട് തലാക്ക് ചൊല്ലാത്ത ഒരു വ്യക്തി
അതെങ്ങനെയാണ് അത് എക്സ് ഹസ്ബൻഡ് ആവുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എൻ്റെ എക്സ് ഹസ്ബൻഡ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇനി ഒരിക്കലും ആ വ്യക്തിയുടെ കൂടെ തിരിച്ചു പോകത്തില്ല. പക്ഷേ നിക്കാഹ് കഴിഞ്ഞ ഒരാൾ ഞങ്ങളുടെ പള്ളിക്ക് വന്ന് തലാക്ക് ചൊല്ലണം എന്നൊരു സംഭവമുണ്ട്. അപ്പം അവനോട് നിൻ്റെ കൂടെ കറങ്ങി അടിച്ച് നടക്കുന്നതിന് പകരം ആ തലാക്ക് തന്നിട്ട് എൻ്റേന്ന് വാങ്ങിച്ച പൈസയും അതിനൊക്കെ പ്രൂഫ്, ബാങ്ക് റെസിപ്റ്റ്, ഇതൊക്കെ ഞാൻ കോടതിക്ക് ഹാജരാക്കിയിട്ടുണ്ട്. എൻ്റേന്ന് ഫോൺ പൊട്ടിച്ചേയും എന്നെ ഇത്രയും നാൾ ഉപദ്രവിച്ചതിൻ്റെയും ഇതിൻ്റെയൊക്കെ നഷ്ടപരിഹാരം നീ വന്ന് തരുമോ? നീ തരുമോ? നീ ഒന്ന് ഡിവോഴ്സായി പറയണ്ടെന്ന് നീ പറയുന്നുണ്ടല്ലോ. അപ്പം നീ എന്താണ് ഈ ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് ചെയ്യുന്നത്? നീ മെഹനാസ് എൻ്റെ കൈക്കിട്ട് ആണുങ്ങൾ ഇടിക്കുന്ന പോലെ ഇടിച്ചു. ഇതിനൊക്കെ തെളിവ് എവിടെ മോളെ? നീ വന്നിരുന്ന് കുണയ്ക്കുന്നുണ്ടല്ലോ, ഇതിനൊന്നും ഒരു തെളിവില്ലല്ലോ. ഡയലോഗ് അടിക്കുന്നു, ഒരു കുറവുമില്ല അവൾക്ക്. നീക്കൊരു മുസ്ലിം ആണോ? നിന്നെ മുസ്ലിം എന്ന് ഒരിക്കലും വിളിക്കാൻ പറ്റില്ല. ഞാൻ അത്ര പെർഫെക്റ്റ് അല്ല, പക്ഷെ നിന്നെ ഒന്നും ഒരു മുസ്ലിംന്നേ വിളിക്കാൻ പറ്റില്ല. കാരണം നിന്റെ സ്വഭാവം അങ്ങനെയാണ് സഫ. അങ്ങനെയാണ്. അപ്പോ ഇപ്പൊ ലല്ലുമായിട്ട് കോണ്ടാക്ട് വെച്ചതിന് ശേഷം ഇപ്പൊ ഈ ഒരു ഡേറ്റ് അല്ലെങ്കിൽ കേസിന് വേണ്ടിട്ട് ലല്ലുമായിട്ട് നല്ലൊരു കോണ്ടാക്ട് ഉണ്ടല്ലോ. അപ്പൊ ലല്ലുവിന്റെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു സഫിക്ക് മനസ്സിലായത്? ഇതുവരെ ഓക്കെ ആണ്, കുഴപ്പമില്ല. അവന്റെ സിറ്റുവേഷനുകൾ ഞാൻ ഒരു ഇതൊക്കെ കുറെ കേട്ടു. അപ്പൊ ഇവളുടെ ക്യാരക്ടർ ഇപ്പൊ എനിക്ക് മനസ്സിലായ സ്ഥിതിക്ക് വിശ്വസിക്കാന്നുള്ളൂ. വിശ്വസിച്ചോ അത് നല്ലതാണ്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. കാരണം നിനക്ക് വെളുപ്പിക്കണമല്ലോ, അവനെ വെളുപ്പിക്കാനാണല്ലോ നീ ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അപ്പോൾ വേറെ വഴിയില്ല. മേ ബി ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് പോലും ലല്ലു പറഞ്ഞിട്ടായിരിക്കും, ലല്ലുവിൻ്റെ സൈഡ് ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ മണ്ടി ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുത്ത് അവളെ സ്വന്തമായിട്ട് കരിവാരി തേച്ചിട്ട് പറയുന്നതൊക്കെ മാറിപ്പോയി ലല്ലുവിനെ വെളുപ്പിക്കാൻ നോക്കി. ലാസ്റ്റ് നിൻ്റെ ജീവിതം വൈറ്റ് വാഷ് അടിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു അവൻ. ലാസ്റ്റ് അവൻ വെളുപ്പിച്ചിട്ട് അവൻ്റെ പാട്ട് നോക്കി പോകും. അപ്പം നിനക്ക് ഒരാളോട് വന്ന് പറയാനും പറ്റത്തില്ലാത്ത അവസ്ഥയാവും. ലല്ലുവിൻ്റെ റിലേഷൻ ആയിരുന്നു, എന്നെ പറ്റിച്ചെന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ കഴിച്ചിട്ട് തുപ്പാനും പറ്റില്ല, ഇറക്കാനും പറ്റാത്ത അവസ്ഥയിലാവും. അപ്പം നീ തീരുമാനിക്കുക. ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഫേക്ക് ന്യൂസ് അല്ലെങ്കിൽ ഒരു ഗോസിപ്പ് ഇറങ്ങിയപ്പോ ലല്ലുവിന്റെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അവനിക്കിപ്പൊ ഇത് കേട്ട് അവനിക്ക് ശീലായി. ഞാൻ പെട്ടെന്ന് എനിക്ക് സൈബർ അറ്റാക്ക് വന്നപ്പോ എനിക്ക് കുറച്ച് ഞാനൊന്ന് ഡൗൺ ആയിപ്പോയി. പക്ഷെ അവനിക്ക് ഇത് പിന്നെ ഫസ്മിന ഫസ്റ്റ് തൊട്ടേ ഇട്ടിട്ട് അവനിക്ക് അത് ശീലായിപ്പോയി. അതുകൊണ്ട് അവനക്ക് വലിയ കുഴപ്പമില്ല. പക്ഷെ അവന്റെ ഫാമിലി ഉമ്മ ഒക്കെ ഭയങ്കര സങ്കടം, എന്നെ വിളിച്ചിട്ടും കുറച്ച് സങ്കടവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഉമ്മയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ ഈ പറയുന്ന അവസ്ഥ നിന്റെ വീട്ടിലൊന്നുമില്ലായിരുന്നു? നീ മെഹനാസിന്റെ കല്യാണം കഴിക്കുമ്പോൾ നിന്നോട് വേണ്ടാന്ന് പറയുമ്പോൾ നിന്റെ ഉമ്മാനും ഉമ്പാനും ഒന്നും നീ നോക്കിയിട്ടില്ലേ? അതല്ല എൻ്റെ വിഷയം. അവൻ്റെ ഉമ്മ നിന്നെ വിളിച്ചത്. അവൻ്റെ ഉമ്മ എന്തിനു നിന്നെ വിളിച്ചു? അവൻ്റെ ഉമ്മ അവനെപ്പോലും മര്യാദയ്ക്ക് വിളിക്കാറില്ല. അപ്പം നിന്നെ വിളിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അത് വിശ്വസിക്കണോ? ഓക്കെ, നമുക്ക് തെളിവുകളിലോട്ട് പോകാം. അവൻ്റെ വാപ്പ എനിക്ക് അയച്ച മെസ്സേജ് നിങ്ങൾക്ക് ഇവിടെ വായിക്കാമെന്ന് തോന്നുന്നു. ഇത് കണ്ടൊന്നും അവൻ്റെ മനസ്സിനൊരു മാറ്റവും ഇല്ല. പിന്നെ എന്ത് കാര്യം? ഇനി വല്ല മാനസിക ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കാം. അതിന് നാട്ടിൽ പറ്റിയ ഒരാൾ വേണം. അതിന് നോക്കുന്നുണ്ട്. ഇതുവരെ ഒരാൾ സംസാരിച്ചിട്ടില്ല അവനോട്. സ്വന്തം വാപ്പ പറയുന്നതാണ് മോനെ മാനസിക ഹോസ്പിറ്റലിൽ കൊണ്ടുവിടണമെന്ന്. അപ്പം അങ്ങനെ പറയണ ഒരാൾ, ഒരു ഫാമിലി നിന്നെ വിളിച്ച് അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചെന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അവൻ്റെ ഫാമിലി അവനെ ഒഴിവാക്കിയതാണ്. ഇങ്ങനൊരു മോനില്ല, മരിച്ച പോലെയാണ് എന്ന് അവൻ്റെ ഫാമിലി എഴുതി തള്ളിയതാണ്. സോ അതും വന്ന് പറയുമ്പോൾ ഒന്ന് ക്ലിയർ ചെയ്യുക. പിന്നെ അവൻ്റെ വാപ്പ അയച്ച മെസ്സേജാണ്, ഞാൻ കല്യാണത്തിന് മുമ്പേ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്, ഞാനത് ആവശ്യം വരുമ്പോൾ നിനക്ക് അയച്ചു തരാം. അന്നേ എല്ലാം തുറന്നു പറഞ്ഞിരുന്നു. അപ്പോൾ നീയാണ് കൂടുതൽ എന്നെ നിർബന്ധിച്ചത്. അതായത് അവൻ്റെ വാപ്പ എന്നോട് പറഞ്ഞായിരുന്നു, സ്വന്തം മോൻ ശരിയല്ലെന്ന് നിക്കാഹിന് മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോലും അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു വാപ്പാക്ക് എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ്, വാപ്പായിട്ട് ഞാൻ വഴക്കാണ്, മറ്റാണ് മറിച്ചാണ്, നീ വാപ്പ പറയുന്നത് കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവൻ്റെ വാക്ക് കേട്ടിട്ടാണ് നിക്കാഹ് കഴിക്കുന്നത്. വാപ്പ ഓൾറെഡി പറഞ്ഞാൽ ഇവനെ കെട്ടിയാൽ നിൻ്റെ ജീവിതം പോകുമെന്ന്. ഇപ്പോഴും നീ പറഞ്ഞ കാരണങ്ങളാൽ അവനെ ഞാൻ വീട്ടിൽ കയറ്റിയിട്ടില്ല. ഇത് അവൻ്റെ വാപ്പ എനിക്ക് 12 നവംബർ അയച്ച മെസ്സേജാണ്. അപ്പം ഇങ്ങനെ ഒരു ഫാമിലി, അവൻ്റെ വാപ്പായും ഉമ്മയും ഖുറാൻ പിടിച്ച് സത്യമായിട്ടാണ് ഇനി അവൻ്റെ ജീവിതത്തിലോട്ടൊരു പെണ്ണിനെ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ച് അവളുടെ ലൈഫ് കൂടെ കുളമാക്കത്തില്ല. ഇങ്ങനൊരു മോൻ ഞങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നില്ല. അവൻ എന്തെങ്കിലും തെറ്റുകയാണെങ്കിൽ സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങൾ പറയും ഞങ്ങൾ ഉത്തരവാദിയല്ല. കാരണം ഇവൻ കുറേ പേരുടെ നിന്ന് ഗോൾഡ് വാങ്ങിയിട്ടുണ്ട്, കുറേ പെമ്പിള്ളേരെ സെക്ഷലി പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവരുടെ വീട്ടിൽ വന്ന് കുറേ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് പോലും ജപ്തിയല്ല, ലോൺ അടയ്ക്കാഞ്ഞിട്ട് വരെ അവൻ്റെ ഉമ്മാനെ വിളിച്ച് ബാങ്കുകാർ വന്ന് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇവൻ കാരണം അവിടെ ഉണ്ടായിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ഉമ്മ നിന്നെ വിളിച്ചിട്ട് മോനെ പറ്റി ഇങ്ങനെ പറയും എന്നെനിക്ക് തോന്നുന്നില്ല. അത്രേ ഉള്ളൂ. ഉമ്മ എന്ന് പറഞ്ഞ് അവൻ കാണിച്ചു തന്ന വേറെ ആരെങ്കിലും ആയിരിക്കും. നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി, അപ്പം മനസ്സിലാവും കുടുംബമായിട്ട് അവൻ എങ്ങനെയാന്ന്. ഉമ്മ കെട്ടിച്ചു കൊടുത്താൽ നമ്മ ചെയ്ത തെറ്റ് ഇങ്ങനത്തെ ഒരാൾക്ക് എന്നൊക്കെ പറഞ്ഞു ഉമ്മ.
ഉമ്മ പറയുന്നത് കെട്ടിച്ചു കൊടുത്ത തെറ്റുന്നു. ഉമ്മ ചിലപ്പോൾ ഇനി നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ പറഞ്ഞിട്ടുണ്ടാവുക ഇവനെ ജനിപ്പിച്ചതായിരിക്കും ഉമ്മ ചെയ്ത തെറ്റുന്നത്. കാരണം പണ്ട് ഇവൻ കിണറ്റിലെങ്ങാണ്ട് വീണായിരുന്നു. അപ്പം ഇവൻ്റെ വാപ്പ ഗൾഫിൽ പോകുന്നതിന് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, കിണറ്റിൽ വീണപ്പം അന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ ഇത്രയും വലുതാകുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് വരത്തില്ലായിരുന്നു, അന്ന് ആ സങ്കടം അങ്ങ് തീർന്നേനെന്ന്. സ്വന്തം വാപ്പ ഒരു മോൻ മരിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്തോരം ഇടങ്ങേറായിട്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇപ്പോഴും എല്ലാരും വിശ്വസിക്കുന്നത് സഫ ഒളിച്ചോടി എന്നുള്ള കാര്യമാണ്. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഞാൻ എന്റെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ട്, ആലുവയില്. സംശയമുള്ളവർക്ക് വേണമെങ്കിൽ വന്ന് നോക്കാം. അതെ അതെ, നിങ്ങൾക്ക് എപ്പോഴേലും വന്ന് നോക്കാം. ലല്ലുവിന്റെ സ്ഥലത്തും കാണും. അതെ അതെ. ഞാൻ എൻ്റെ ഫ്ലാറ്റിലുണ്ട്, ലല്ലിൻ്റെ ഫ്ലാറ്റിലുണ്ട്. ആർക്ക് എപ്പോൾ വേണേൽ വന്ന് നോക്കാം. അത് കൊള്ളാം. ഓക്കെ, ഇനി അടുത്ത ഇൻ്റർവ്യൂയിലോട്ട് നമുക്ക് പോകാം. അടുത്ത ഇൻ്റർവ്യൂ വെറൈറ്റി മീഡിയയുടെ ചാനലിൻ്റെ പ്രത്യേകത, ഈ ചാനലിൽ എന്താ ഇട്ടേക്കുന്നത് വെച്ചാൽ ഇവളുടെ ഇൻ്റർവ്യൂവിന് മുന്നേ മാത്രം ഡിസ്ക്ലെയിമർ ഇട്ടിട്ടുണ്ട്. അതായത് അവർക്ക് തന്നെ ഉറപ്പില്ല ഇവൾ പറയുന്നത് സത്യമാണോ അല്ലോ എന്ന്. കാരണം ഇവൾ വന്നിരുന്ന് വിളിച്ചു പോകുന്നത് സത്യമല്ലെന്ന് അവർക്ക് തോന്നിയിട്ടുള്ളതുകൊണ്ടാവാം ഇവർ ഡിസ്ക്ലെയിമർ വീഡിയോയിൽ ഇട്ടേക്കുന്നത്. ബിക്കോസ് വേറെ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്ക്ലെയിമർ കണ്ടിട്ടില്ല. അപ്പോൾ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾക്ക് അവർക്ക് ഒരു ബന്ധമില്ലെന്ന് അവർ പറയുന്നുണ്ട്. ആൻഡ് ഐ റെസ്പെക്ട് ദാറ്റ് പേഴ്സ്പെക്റ്റീവ്. എനിക്കത് വളരെയധികം ഇഷ്ടമായി. അപ്പം വെള്ള ഉടുപ്പൊക്കെ ഇട്ട് വന്നിരുന്ന് പറയുന്നത് എന്താണ് യുവതി അടുത്ത ഇൻ്റർവ്യൂവിൽ എന്താ പറയുന്നത് നമുക്ക് കേൾക്കാം. ഓക്കെ, തിരൂര് എന്നെ വിളിച്ചു വരുത്തിയായിരുന്നു. എനിക്കൊരു ഷൂട്ടിന്റെ കാര്യത്തിന് ഞാൻ മലപ്പുറം പോയായിരുന്നു. മലപ്പുറത്ത് ഷൂട്ടിന് പോയി, നിങ്ങൾ കേട്ടല്ലോ അല്ലേ? മലപ്പുറത്ത് ഷൂട്ടിന് പോയി. അപ്പുറത്തെ സ്റ്റോറിയില് അവന്റെ ഫോട്ടോസും കാര്യങ്ങളും വെച്ചു, കുറെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടു. അപ്പൊ പിന്നെ എല്ലാവർക്കും തീരുമാനമായല്ലോ ഞാൻ ഇന്ന ആളുടെ കൂടെ പോയി എന്നുള്ളത്. തീരുമാനമായല്ലോ, കാരണം നിന്റെ ഭർത്താവ് തന്നെ ഒന്ന് പറഞ്ഞു, പിന്നെ തെളിവും കണ്ടു, പിന്നെ ഇതിൽ കൂടുതൽ എന്തോ തീരുമാനമാവാനുള്ള. കയ്യിൽ നിന്ന് പോയി സഫ മൂഞ്ചി, അതാണ് പറയാനുള്ളത്. ശരിക്കും നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പ് കമ്പനി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, മുന്നേ ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഫ്രണ്ട് വഴി, വണ്ടി ഓടിക്കുന്ന ഒരു ഫ്രണ്ട് വഴി ബേസ്ഡ് ആയിട്ട് നമ്മള് കമ്പനി. നേരത്തെ സ്റ്റേഷനിൽ മുമ്പ് വന്ന ഫ്രണ്ട് തന്നെയാണോ അതെ അതെ ആള്? അപ്പൊ അങ്ങനെ അവിടെ അങ്ങനെയാണ് കമ്പനി. അപ്പോൾ നിങ്ങൾ അങ്ങനെയാണ് സ്റ്റേഷൻ വഴിയാണ് നിങ്ങൾ കമ്പനി ആവുന്നത്, അതോ ഊബർ ഡ്രൈവർ വഴിയാണ് നിങ്ങൾ കമ്പനി ആവുന്നത്? അതിന് മുന്നേ നിനക്ക് ലല്ലു വരാമെന്ന് അറിയത്തില്ലായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. പക്ഷെ ഈ പറഞ്ഞ ലല്ലു തന്നെ ശരിക്കും പരിചയമില്ല, അത്രത്തോളം ഒരുപാട് കമ്പനി ഇല്ല എന്ന് പറയുന്ന ആളായിട്ട് തന്നെയാണ്. പക്ഷെ വീഡിയോ ചെയ്യുന്നു, ലൈവ് ചെയ്യുന്ന ഫ്ലാറ്റിലാണെന്ന് പറയുകയും ചെയ്യുന്നു. അത് ഓൾറെഡി ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നു. അത് എന്റെ വണ്ടീന്റെ എഗ്രിമെന്റ് എഴുതാൻ പോണ സമയത്ത് നമ്മൾ മൂന്നാൾ ഒരുമിച്ച് പോയത്. അപ്പൊ ഞാൻ റെഡി ആക്കിക്കൊണ്ടിരുന്നപ്പോ കുട്ടീനെ വെച്ചിട്ട് ലല്ലു ലൈവ് ഇട്ടായിരുന്നു. ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരാളുടെ പെർമിഷൻ ഇല്ലാണ്ട് ലൈവ് ഇടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ലൈവ് ഇടുമെന്ന്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അതിൻ്റെ ആ ഒരു ക്ലാരിറ്റി എനിക്കിപ്പോഴും കിട്ടുന്നില്ല. സോ മൂന്നാൾ എഗ്രിമെൻ്റ് എഴുതി, എഗ്രിമെൻ്റ് എവിടെ? ആ എഗ്രിമെൻ്റ് നിനക്ക് എത്ര വട്ടം ഞാൻ ചോദിക്കുന്നത് അന്തയുണ്ടോയെന്ന് റബ്ബേ. നിനക്ക് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആ എഗ്രിമെൻ്റ് ഇന്ന ഡേറ്റിൽ, അതായത് 14-ാം തീയതിക്ക് മുന്നേ ആണല്ലോ ലൈവ് ഇട്ടത്. അപ്പോൾ ആ ഡേറ്റിൽ നിങ്ങൾ എഗ്രിമെൻ്റ് ആക്കിയതിൻ്റെ ഒരു തെളിവ് ഡേറ്റ് സഹിതം വന്ന് കാണിക്കുക. കള്ള സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ എനിക്ക് ഉറപ്പായിട്ട് പൊക്കാൻ പറ്റും. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കാണിച്ച് എഗ്രിമെൻറ്റ്, ഊബർ എഗ്രിമെൻ്റ് ഒന്ന് കാണിക്കണം. കാരണം എൻ്റെ അറിവിൽ ഇങ്ങനത്തെ എഗ്രിമെൻ്റ് ഇങ്ങനെ വന്ന് കണ്ടിരുന്ന് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയല്ല എഗ്രിമെൻ്റ് വർക്ക് ആവുക. ജസ്റ്റ് ഇട്ടാ അവനിപ്പോ എന്തെങ്കിലും മറക്കാനോ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവന് ഒരിക്കലും ലൈവ് ഇടേണ്ട കാര്യമില്ല. കാരണം കുട്ടീനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്റ്റോറി ഇട്ടപ്പോ തന്നെ ഒരുപാട് പേര് പറഞ്ഞത് അത് മാനുവിന്റെ കൊച്ചല്ലേ എന്ന് ചോദിച്ചായിരുന്നു. സ്റ്റോറി ഇട്ടപ്പോഴല്ല, ലൈവ് ആകെ 2 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ ലൈവ് എൻഡ് ചെയ്തു. ഇവള് പറയുന്നത് ഇവളുടെ സമ്മതത്തോടെ അറിവോടെയാണെന്ന്. ഇവളുടെ അറിവോടെ അല്ല ലൈവ് ഇട്ടേക്കുന്നത്. അറിവോടെ ആണെങ്കിൽ ഇവള് ലൈവ് പെട്ടെന്ന് ഇവൻ എൻഡ് ചെയ്തു. ഞാനൊരു മെസ്സേജ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ലൈവിൽ മെഹനാസിൻ്റെ ബേബി ഉണ്ടായിരുന്നു. പെട്ടെന്ന് ലൈവ് കട്ട് ചെയ്തു. മെഹനാസിൻ്റെ ബേബി അല്ലേന്ന് ചോദിച്ചപ്പോൾ തന്നെ ലൈവ് മ്യൂട്ട് ചെയ്തു. സഫ എന്തോ വഴക്ക് പറഞ്ഞു, ബേബിനെ എടുത്തുകൊണ്ട് പോയി ലൈവ് കട്ട് ചെയ്തു. അപ്പോൾ അത്രയും ധൈര്യം ഉണ്ടെങ്കിൽ നിനക്ക് ലല്ലുവിൻ്റെ സൈഡിൽ വന്നിരുന്നിട്ട് ഹായ് ഗൈസ്, അപ്പോൾ വണ്ടിയുടെ എഗ്രിമെൻറ്റ് ഇങ്ങനെ വന്നേക്കുവാണ്, അത്രേ ഉള്ളൂ എന്ന് പറയാമായിരുന്നല്ലോ. ലൈവ് എന്തിനാണ് കട്ട് ചെയ്തേ? ഫസ്മിനായും മാനും തമ്മിൽ എന്തൊക്കെയോ പ്ലാനിങ്സ് ഉണ്ടായിരുന്നു. ഞാൻ തിരൂരുണ്ടായിരുന്നപ്പോ മാനു എന്റെ അടുത്ത് പറഞ്ഞു കാസർഗോഡ് എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞു. അതുപോലെ ഫസ്മിന എനിക്ക് മെസ്സേജ് ഇട്ട് പറഞ്ഞു നീ മര്യാദക്ക് നിന്റെ കെട്ടിയവന്റെ കൂടെ കാസർഗോഡ് പോവാൻ നോക്ക്. എന്നിട്ട് രണ്ടാളും കൂടി എന്നെ കാസർഗോഡേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. എന്തിനാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാസർഗോഡ് നിന്നെ അടുത്ത കെട്ടിക്കാൻ, മൂന്നാമത് കെട്ടിക്കാൻ. എൻ്റെ പൊന്നുമോളെ, നിന്റെ ഭർത്താവ് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് കാസർഗോഡ് പോകാൻ. അല്ലാണ്ട് ഞാൻ ഇതുവരെ കാസർഗോഡ് പോയിട്ടില്ല. നിന്നെ കാസർഗോഡ് വരുത്തിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനുമില്ല. സോ നിന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ കാസർഗോഡ് വിട്ടിട്ടൊന്നുമില്ല. നിന്നോട് ഞാൻ പറഞ്ഞത് നീ ഇപ്പോൾ ഉള്ള മൊണ്ണേനെ വിട്ടിട്ട് നീ കാസർഗോഡോട്ട് നിൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ പോ. പുള്ളിക്ക് അവിടെ എന്തോ ഷൂട്ട് ഉണ്ടെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ പുള്ളി ഒറ്റയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നീ എവിടെയാണെന്ന് പറയുന്നില്ലല്ലോ, നീ ആർക്കും ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നില്ല. നീ ഇങ്ങനെ തുള്ളി കളിക്കുമല്ലേ, എവിടെ അവിടെ ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് നിന്നോട് കാസർഗോഡ് പോന്ന് പറഞ്ഞത്.
പക്ഷെ ഈ ലല്ലുവിന് പരിചയമില്ല, ഡ്രൈവർ വഴിയെ പരിചയം എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ പറയുന്നു, ഫസ്മിന പറയുന്നു മുൻപ് സംസാരിച്ചിട്ടുണ്ട്, ചാറ്റ് ചെയ്തിട്ടുണ്ട്, ആ ചാറ്റ് പുറത്തു. ഫസ്മിനായിട്ട് കമ്പനി ഉള്ള സമയത്ത് എനിക്ക് സ്നാപ്പ് ഐ ഡി തന്നിട്ട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മുമ്പ് പരിചയമില്ലേ? അങ്ങനെ പരിചയമില്ല, ജസ്റ്റ് ഹായ് പരിചയമില്ലേ? അത് പരിചയം തന്നെയാണല്ലോ. അങ്ങനെ അറിയാം, അതിപ്പോ അവരുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ടല്ലോ, ഞാൻ വ്ലോഗൊക്കെ മുന്നേ കാണാറുണ്ട്. അല്ല, നമ്മൾ വീഡിയോ ഫീഡിൽ വന്നിട്ട് വീഡിയോ കാണുന്നതല്ലാതെ നമ്മൾ സ്നാപ്പ് അയക്കുന്നതോ മെസ്സേജ് ചെയ്യുന്നതും പരിചയം വേറെ. ജസ്റ്റ് ഹായ് അയച്ചപ്പോ റിപ്ലൈ തരുന്നുണ്ടോ നോക്കാം, അങ്ങനെ ജസ്റ്റ് 2 ചാറ്റ് അത്രേ ഉള്ളൂ. ഈ ഡ്രൈവറായിട്ട് പരിചയപ്പെട്ടപ്പോ ഈ ആളിനെ ആളെന്ന് മനസ്സിലായിണ്ടായിരുന്നില്ലേ? അപ്പൊ മനസ്സിലായി, മനസ്സിലാവേണ്ടിയിരിക്കുമല്ലോ. ഏതാണ് കറക്റ്റ്? എനിക്ക് മനസ്സിലായില്ല, എന്താണെന്ന് എനിക്ക് അറിയാലോ, അത് ഓൾറെഡി ഫ്രണ്ട് എന്നുള്ള രീതിക്ക് എനിക്ക് മനസ്സിലായി. അറിയാണ്ടിരിക്കുമല്ലോ, കാരണം മുന്നേ ഞാൻ വ്ലോഗൊക്കെ കാണാറുണ്ട്. ആങ്കറിന് തന്നെ ചിരി വരുവാണ്, കാരണം കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരുന്ന് വട്ടം കറങ്ങുന്ന സഫ ഇരുന്ന് വേർക്കുവാണ്. നിങ്ങൾ ആ ഇൻ്റർവ്യൂ എടുത്ത് വെറൈറ്റി മീഡിയയുടെ എടുത്ത് നോക്കിയാൽ മതി. സഫ ഇരുന്ന് കിണിച്ചോണ്ടിരുന്നിട്ട് ഉള്ളിൽ ഈ ടെൻഷൻ വരില്ലേ, അതുപോലെയാണ് ഇരുന്ന് സംസാരിക്കുന്നത്. അയ്യോ അതാണ്. ഒരടി ചെവിക്കലിന് കിട്ടാത്തതിൻ്റെ എല്ലാ കുറവും ഞാൻ കാണുന്നുണ്ട്. ഒരട്ടം കിട്ടിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ശരിക്കും ഡ്രസ് കിട്ടിയെന്ന് പറഞ്ഞാണ് വിഷയമായത്. പക്ഷെ അവിടെ ആ വേറൊരു ബാഗിൽ ഈ ഡ്രൈവറുടെ ഫുൾ പുതിയ ഡ്രസ്സുകളുണ്ട്, അവന്റെ ഡ്രസ്സ്, സ്പ്രേ, കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് ലല്ലുവിന്റെ മാത്രം ഫോക്കസ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇപ്പൊ വേറെ ബാഗായ, ഇത്രയും നാളും നാജിയുടെ ഒരു ബാഗ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ പറയാണ് വേറെ ബാഗ് ഉണ്ടെന്ന്. അപ്പൊ ലല്ലുവിന്റെ ഒരു ബാഗുണ്ട്, ഇവന്റെ വേറെ ഒരു ബാഗുണ്ട്. അപ്പം നീ ഇത്രയും വീഡിയോ കിടന്ന് ഡയലോഗ് അടിക്കുന്നുണ്ടെങ്കിൽ നീ എന്തുകൊണ്ട് ആ ബാഗ് നീ സ്റ്റോറി ഇട്ടില്ല, അല്ലെങ്കിൽ നീ വീഡിയോയിൽ കാണിച്ചില്ല? അങ്ങനെ ബാഗ് എന്തുകൊണ്ട് നീ ഒപ്പിച്ചുകൊണ്ട് വന്നില്ല? അല്ലെങ്കിൽ നിനക്ക് കുറച്ചെങ്കിലും വിവരം ഉണ്ടെങ്കിൽ നീ ഫ്ലാറ്റിലോട്ട് ഒരു പുതിയ ബാഗ് വാങ്ങിച്ചിട്ട് നാജി കുറച്ച് ഡ്രസ്സ് ഇതിൻ്റെ അത് കൊണ്ടിട്ട് വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ എടുക്കണം എന്നെങ്കിലും പറഞ്ഞിട്ടുള്ള ബുദ്ധി നിനക്ക് ചെയ്യായിരുന്നു. അതിനുപോലുള്ള വിവരമില്ല. പക്ഷെ ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് വിവരദോഷം പറയാനുള്ള വിവരമില്ലായ്മ നിനക്കുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാവാത്തത്, ഈ ബാഗിലുള്ള ഡ്രസ്സ് എങ്ങനെ ടെറസിൽ വന്നു? ഇത് കണ്ടോ, ഇത് അവൻ്റെ ഡ്രസ്സാണ്, ഇത് അവൻ്റെ നിക്കറ്, നിൻ്റെ നിക്കറായിരിക്കില്ലേ? അത് കഴിഞ്ഞതാ ഈ ഷഡ്ഡി എന്ന് തന്നെ പറയാമല്ലോ. ഈ അണ്ടർവെയർ നിങ്ങൾ വ്യക്തമായിട്ട് നോക്കി, അവിടെ ഒരു സിമ്പിളൊക്കെ കാണുന്നില്ലേ? ഈ അണ്ടർവെയർ ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഇത് ആരുടെ അണ്ടർവെയർ ആണെന്ന് കാണിച്ചു തരാം. എൻ്റെ വീട്ടിൽ ഈ അലമാര തുറക്കുമ്പോൾ ഒരു അണ്ടർവെയർ കണ്ടോ? എന്താ ചെയ്യുക? എൻ്റെ ഇങ്ങനെ എല്ലാത്തിനും തെളിവുണ്ട്. ഞാൻ എന്താ ചെയ്യുക? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അണ്ടർവെയർ സെയിം ആണെന്ന് കാണിക്കേണ്ട ഒരു ഗതികേട് വരെ എനിക്ക് വന്നു. അപ്പം ഈ അണ്ടർവെയറും ആ അണ്ടർവെയറും നിങ്ങൾ നോക്കുക, 2 സെയിം അണ്ടർവെയർ ആണ്. ഓക്കെ, ഇതെൻ്റെ വീടാണ്. അണ്ടർവെയർ വരെ ഭർത്താവിൻ്റെ പൊക്കണ്ട ഒരു ഗതികേടല്ലേ? ഫസ്മിനാക്ക് ഞാൻ ഓൾറെഡി തലേന്ന് മെസ്സേജ്, കാരണം ഈ ലല്ലുവിനെ എനിക്ക് മനസ്സിലായി, മീൻസ് ഫ്രണ്ട് വഴി മനസ്സിലായപ്പോ ഞാൻ ചോദിക്കാനിരുന്നതാണ്, ഇങ്ങനെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, അങ്ങനെ ഞാൻ ശരിക്കും മെസ്സേജ് അയക്കാൻ ഇരുന്നതാ. പക്ഷെ എനിക്ക് എന്തോ ഭയങ്കര ഒരു ഭയം. കള്ളത്തരം ഇല്ലെങ്കിൽ ഭയക്കേണ്ട ആവശ്യമില്ല കൂട്ട. കള്ളത്തരം ഉള്ളതുകൊണ്ടാണ് നിനക്കത് പറയാൻ പറ്റാണ്ടിരുന്നത്. ബിക്കോസ് 13-ാം തീയതി ഇവളെന്നെ വിളിച്ച്, ഇവളെന്നിട്ട് ഒന്നുമില്ലാടി ചുമ്മാ വിളിച്ചതെന്ന് പറയണമെങ്കിൽ ഇവളെന്തിനു ഭയന്നു? എന്തിനാണ്? ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ നമുക്കത് പറയാൻ. ഇപ്പം ലല്ലുമായിട്ട് ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്ന എൻ്റെ വേറെ ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ കാണാൻ പോകുന്നത് ഇതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അവരാരും ഒളിഞ്ഞും നടന്നും കാണുന്ന പരിപാടി ഇല്ല. അപ്പം നീ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഇതുണ്ടല്ലോ. ഫസ്മിന എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്തെങ്കിലും ഒരാള് ലല്ലുമായിട്ട് മെസ്സേജ് അയക്കുന്നത് കിട്ടിയാൽ മതി, മീഡിയക്ക് മുന്നിൽ ഇട്ട് കൊടുക്കാൻ. ഇപ്പൊ ഇതിന് മുന്നേ ഒരു ഫേമസ് ആയ കുട്ടിയായിരുന്നു മിസ്സിരിയ എന്ന് പറഞ്ഞിട്ട് ലല്ലുമായിട്ട് മെസ്സേജ് അയച്ചത്. ആ കുട്ടി എനിക്ക് ഇപ്പൊ മെസ്സേജ് അയച്ചായിരുന്നു. ആ കുട്ടിയുടെ ഞാൻ ചോദിച്ചു, നീ ലല്ലു തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിരുന്നോ? ഫസ്മിന പറയുന്നുണ്ടല്ലോ നിങ്ങൾ തമ്മിൽ റിലേഷൻ ഉണ്ടായിരുന്നു പറഞ്ഞു. മീഡിയക്ക് ഫുൾ ഇട്ട് കൊടുത്തു മിസ്സിരിയാണ്. മിസ്സിരി പറഞ്ഞത് എനിക്ക് വേറെ വഴി ഉണ്ടായില്ല, എന്നെ അത്രക്കും ഹറാസ് ചെയ്തോണ്ടിരുന്ന സമയത്ത് ഉണ്ടെന്ന് തന്നെ പറയേണ്ട വന്നു. അല്ലെങ്കിൽ അവള് വെറുതെ വിടൂല, ഉണ്ടെന്ന് തന്നെ പറയണം അവക്ക്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് മെസ്സേജ് പേടിയായിരുന്നു. ഒരാളായിട്ട് റിലേഷൻ ഇല്ലെങ്കിൽ ഉണ്ടെന്ന് പറയിപ്പിക്കേണ്ട ഗതികേട് എനിക്കില്ല. ഞാൻ തെളിവ് നിരത്തുമ്പോൾ ഇല്ലെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ റിലേഷൻ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിനക്ക് ധൈര്യമായിട്ട് വന്നിരുന്നു പറയാലോ, മോളെ ഞങ്ങൾ തമ്മിൽ റിലേഷൻ ഇല്ല. ഇനി ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ നീ ഈ വലിച്ചിടുന്ന കാര്യങ്ങൾ, നീ എൻ്റെ കാര്യങ്ങൾ വലിച്ചിടുന്നുണ്ട്, നീ ആവശ്യമില്ലാണ്ട് എന്നെ പറ്റി വന്ന് പറയുന്നുണ്ട്, ഇതൊക്കെ നീ നിർത്താദ്യം. അപ്പം നിൻ്റെ ഈ കുൽസിത പ്രവർത്തി നിങ്ങൾ ഏത് വഴി കൊണ്ടായാലും എനിക്ക് പ്രശ്നമില്ല. നീ ഇപ്പം അവൻ്റെ കൂടെ കിടക്കാണ്ടിരിക്കേ, പോവാണ്ടിരിക്കേ, നിങ്ങൾക്ക് കുട്ടിയാവേ, എന്ത് വന്നാലും എനിക്കൊരു ചുക്കും ഇല്ല. എനിക്കുണ്ടായ നഷ്ടങ്ങൾ നികത്തി തരിക. എൻ്റെ സമയം തിരിച്ചു കിട്ടത്തില്ലെന്ന് അറിയാം. പക്ഷെ എൻ്റെ നിന്ന് വാങ്ങിച്ച പൈസ, എൻ്റെ നിന്ന് പോയ കുറച്ച് കാര്യങ്ങൾ, ഇതൊക്കെ എനിക്ക് തന്നാൽ ഫൈൻ, സിമ്പിൾ. ആ തലാക്ക് ചൊല്ലി ഒഴിവായി പൊക്കോ, എനിക്കൊരു പ്രശ്നമില്ല. എനിക്കതാണ് വേണ്ടത്. ഞാൻ ഓൾറെഡി ഇത്രയും വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇനി കുറച്ച് ഉളുപ്പുണ്ടെങ്കിൽ അത് തരാനുള്ളൊരു ഇത് കാണിക്കുക തിരിച്ച്.
മുമ്പ് തന്നെ പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഉണ്ടെന്ന്. അപ്പൊ ഇങ്ങനെ അറിയുന്ന ഒരു ക്യാരക്ടർ അറിയുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ശരിക്കും സഫ അന്ന് മെസ്സേജ് ചെയ്ത്? തെറ്റല്ലേ? മുന്നേ ഫസ്മിന സംസാരിക്കുന്ന ടൈമിൽ അങ്ങനെ ഒന്നല്ല, നോർമലി ഒരു അല്ല, ഇങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് അന്ന് അറിയായിരുന്നല്ലോ. ഇല്ല, നോർമൽ ചാറ്റ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം അല്ല, ലല്ലുവിന് മെസ്സേജ് ചെയ്യുക, കമന്റ് ചെയ്യുക, അങ്ങനെ സഫയുടെ അടുത്ത് പറഞ്ഞു ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് ശരിക്കും ഒരു നല്ല ഉദ്ദേശത്തിലല്ല എന്നുള്ളത് സഫയ്ക്ക് അറിയാലോ. അല്ല. അപ്പൊ പക്ഷെ ചെയ്യുന്നത് തെറ്റല്ലേ? ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇന്നങ്ങനെ മെസ്സേജ് ചെയ്യുമ്പോ അത് തോന്നുന്നില്ല. ഐ മീൻ അന്ന് ചെയ്യണ്ടായിരുന്നു ഇപ്പോഴെങ്കിലും റിയലൈസ് തോന്നുന്നുണ്ട്. നല്ല കാര്യം. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇത് എന്താ കുറെ കൂടി ഇത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കേണ്ടെന്ന് തോന്നാൻ കാരണം എന്താ? മെസ്സേജ് എന്താ പറയാ അറിയില്ല. മെസ്സേജ് അയക്കണ്ടേ, ഫസ്മിനാക്കേ മെസ്സേജ് അയക്കണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പൊ. ഹസ്ബൻഡൊക്കെ മെസ്സേജ് അയക്കണ്ടെന്ന് തോന്നി. കാരണം നീ മൂർഖൻ പാമ്പിനെ ചവിട്ടിയ അവസ്ഥയായി പോയി. അവിടെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. ഇവളോട്ട് കാര്യം അറിയുകയും ചെയ്തു. ശരിയാണ്, നീ എനിക്ക് മെസ്സേജ് അയക്കാൻ പാടില്ലായിരുന്നു. എന്നിട്ട് നിങ്ങളൊരു കുൽസിത പ്രവൃത്തിയിൽ ഏർപ്പെടുവാണെങ്കിൽ ഇത്ര എനിക്ക് വിഷമം വരത്തില്ലായിരുന്നു. ഇത് എൻ്റെ കൂടെ നിന്ന് എന്നെ ചതിക്കുമ്പോഴത്തേക്കും ഒരുമാതിരി കമ്പനി ഉള്ളതുകൊണ്ടാണല്ലോ ഞാനിപ്പോ ലല്ലുവായിട്ട് കമ്പനി ആയപ്പോ അവള് വേറെ ഉണ്ടാക്കണേ. ശരിക്കും ഫസ്മിനായിട്ടാണ് ലല്ലുവിനെ പരിചയം എന്ന് പറഞ്ഞു. ലല്ലുവിനായിട്ട് കമ്പനി ആയതുള്ളത് ഫസ്മിനയ്ക്ക് അറിയായിരുന്നു. ഇപ്പൊ അറിയാം. ഈ വിഷയം നടന്നപ്പോഴല്ല, അതിന് മുമ്പ് കമ്പനികൾ ഇല്ല പറഞ്ഞില്ല. വിഷയമാവണ്ടെന്ന് വെച്ചിട്ടാണോ? ഇല്ല, ചെറിയ മെസ്സേജ് ഉണ്ടായുള്ളൂ സ്നാപ്പില്. അവൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, ഹായ്ക്ക് റിപ്ലൈ തരുന്നുണ്ടോ എന്നുള്ളൊരു ചാറ്റുള്ള. ഇപ്പൊ ലൈവ് ചെയ്യണു അല്ലെങ്കിൽ വീട്ടിലുണ്ടായിരുന്നു ഇഷ്യൂ നടന്നപ്പോൾ അറിയണേ. അത് മെഹനു അയച്ചു കൊടുത്തപ്പോൾ അറിയണം, അല്ലാണ്ട് അറിയില്ലായിരുന്നു. എന്താ ശരിക്കും ബോധപൂർവ്വം പറയേണ്ട വിഷയം? അവളുടെ ഹസ്ബൻഡ് അല്ലല്ലോ ഇപ്പൊ, അവര് ഡിവോഴ്സ് ആയല്ലോ. പക്ഷെ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നില്ല എപ്പോഴും? ഇല്ല, ഒരു അകൽച്ച വന്നു. അകൽച്ച വന്നെന്നോ? എടി എന്താടി നാറി നീരുന്ന് പറയുന്നത്? അതിനെ തലേ ദിവസം നീ എന്നെ ഒലിപ്പിച്ച് വിളിച്ചിട്ട് ഒന്നുമില്ലാണ്ട് ചുമ്മാ വിളിച്ചാൽ വേണ്ടി നീ ഇപ്പം വന്നിരുന്ന് ഈ നായ്ക്ക് നാണടി ഉളുപ്പില്ലാത്ത കള്ളിച്ച് ഇവളെന്താണ് പറയണത്? ഇങ്ങനെയുണ്ട് പെണ്ണുങ്ങൾ. എൻ്റെ റബ്ബേ, റമദാൻ മാസത്തിൽ ഇങ്ങനെയുള്ളവളെയൊക്കെ എന്താ ചെയ്യണ്ട? ഒന്നും പറയാനില്ല. നമ്മൾ തമ്മിൽ അകൽച്ച ഉണ്ടായിരുന്നു. അകൽച്ച എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് 10,000 രൂപ എരന്ന് ചോദിച്ചിട്ട് ഞാൻ കൊടുക്കാണ്ടിരുന്നപ്പോഴാണെന്ന് തോന്നുന്നു അകൽച്ച വന്നത്. പിന്നെ ഇവള് പറയുന്നുണ്ട് എക്സ് ഹസ്ബൻഡ് ആണല്ലോ, ഇവൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. പിന്നെ എന്തിനാണ് എന്നെ തലേന്ന് വിളിച്ചെന്ന് സെയിം ഇൻ്റർവ്യൂവിൽ ഇവള് പറയുന്നുണ്ട്. ഇവള് വിളിക്കാനിരുന്ന് വിളിച്ചു, എന്നിട്ട് ഭയം കാരണം പറഞ്ഞില്ല എന്ന്. അപ്പം ഇവളെന്തിനാണ് പിന്നെ വിളിക്കാൻ വന്നെന്ന് പറയുന്നത്? ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ 2 സ്റ്റാൻഡ്. അങ്ങനെ ഫ്രണ്ട്സ് അല്ല നമ്മ തമ്മില്. അവളുടെ റീൽസ് കുറച്ച് സാഡ് കാണുമ്പോ ഞാൻ പറയും ഇങ്ങനത്തെ സാഡ് റീൽസ് ഇടല്ലേ എന്ന് ഞാൻ പറയാറുണ്ട്. ആ ഒരു കമ്പനി ഉള്ളൂ, അങ്ങനെ കുറച്ച് ചാറ്റേ ഉള്ളൂ, അല്ലാതെ ഭയങ്കര പേഴ്സണലി ഫ്രണ്ട്സ് ഒന്നല്ല. ഞാൻ സാഡ് റീൽസ് ഇട്ടിട്ടില്ല. അങ്ങനെ റീൽസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിനക്കിപ്പം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അതെടുത്ത് കാണിക്കാം. ഞാൻ ലല്ലു പോയതിന് ശേഷം ഞാൻ സാഡ് റീൽസ് ഇട്ടിട്ടില്ല. ബിക്കോസ് എനിക്കറിയാം സാഡ് റീൽസ് ഇട്ടാൽ സങ്കടം കാണാൻ കുറേ ആൾക്കാരുണ്ട്. ഞാൻ ആ സംഭവം കാണിച്ചിട്ടില്ല. അപ്പം നീ എന്നെ ആശ്വസിപ്പിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഞാൻ സാഡ് റീൽസ് ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പം ഇല്ലാത്ത കാര്യം പിന്നെയും പറയാണ്ടിരിക്കുക. ഞാൻ ഇരുന്ന് മോങ്ങുന്ന പോലെ, പണ്ട് ഞാൻ കരയുന്ന ശോകം പട്ടി മോങ്ങുന്ന പോലത്തെ വൃത്തിയായിട്ട് റീൽസ് ഇട്ട് വെറുപ്പിക്കുമായിരുന്നു. ഇപ്പം ഞാൻ ആ പരിപാടി എടുക്കാറില്ല. അതുകൊണ്ട് നിനക്കത് പറയാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനത്തെ വീഡിയോസ് ചെയ്തിട്ടില്ല. 3 ആൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കേസ് കൊടുത്തപ്പോ എൻ്റെ അടുത്ത് അഡ്വക്കേറ്റ് റഫ്താസ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ആണ്. റിഫാന്റെ കേസ് നോക്കുന്ന അഡ്വക്കേറ്റ് തന്നെയാണ്. അപ്പൊ അഡ്വക്കേറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കമന്റ് റിപ്ലൈ കൊടുക്കാനോ വീഡിയോ ഇടുമ്പോൾ റിപ്ലൈ കൊടുക്കാനോ ഒന്നിനും റിപ്ലൈ കൊടുക്കാൻ നിൽക്കരുതെന്ന്. അത് അവർക്കൊരു തെളിവായി. അപ്പോൾ ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് പ്രശ്നമില്ല. അപ്പോൾ എനിക്കും ഇങ്ങനെ വന്നിരുന്ന് ഇൻ്റർവ്യൂ കൊടുക്കാം, നിൻ്റെ എല്ലാ കാര്യങ്ങളും പുറത്ത് പറയാം. പക്ഷേ ഇങ്ങനെ എനിക്കിങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റില്ല. നിനക്കിങ്ങനെ ചാടി കിടന്ന് മഞ്ഞത്തട്ടം വെള്ളത്തട്ടം പച്ചത്തട്ടം എല്ലാം ഇട്ട് ഓരോ സ്ഥലത്ത് പോയിട്ട് നിനക്ക് തോന്നിയത് പറയാം. അത് പ്രശ്നമില്ലല്ലേ? അത് സൂപ്പറായിട്ടുണ്ട് മോളെ, അത് അടിപൊളിയായിട്ടുണ്ട്. നമ്മളെ കുറിച്ചിട്ട് നമ്മൾ വേറൊരു രീതിയിലേക്കുള്ള അലിഗേഷൻ പറയുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നത്. നമ്മൾക്ക് പറയുന്ന ഒരു സാധനത്തിന് നമ്മൾ റിയാക്ഷൻ കൊടുക്കില്ല ചെയ്യുന്നത്. അപ്പൊ അതിലെന്താണ് പ്രശ്നം? വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത്. കാരണം അവര് പറയണ പോലെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒരു ലിമിറ്റ് വിട്ട് നിൽക്കുന്നത്. അല്ലാണ്ട് നീ ഒളിഞ്ഞു നടന്ന പരിപാടിയിൽ നിനക്ക് തിരിച്ചൊന്നും പറയാനില്ലായിട്ടല്ല. കോർട്ട് ഓർഡർ ഒക്കെ കിട്ടണമെന്ന്. നമ്മളെ പറ്റി ഒരാളില്ലാത്ത കാര്യം പറഞ്ഞാൽ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും. അത് ഏത് വക്കീൽ അങ്ങനെ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനും ഈ കേസൊക്കെ കൊടുത്തേക്കുന്ന വ്യക്തി. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം കേസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം ഒരു ഇൻ്റർവ്യൂവിലൊക്കെ വന്നിരുന്ന് ഘോരം അഡ്വക്കേറ്റ് നിയമം കോർട്ട് ഓർഡർ എന്നൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ചും കൊണ്ട് സംസാരിക്കുക. വ്ളോഗിന്റെ കേസല്ല, ലൈഫിന്റെ കേസാ ചോദിച്ചത്. വ്ളോഗ്, കോണ്ടന്റ്, റീച്ച്,
റവന്യൂ ഇതാണ്. ബാക്കി ഡിവോഴ്സ് വരുന്നത് ഒളിച്ചോട്ടോ കൊച്ചോ ബാക്കി ഒന്നും പ്രശ്നമേ അല്ല. ഒന്നുകൂടെ നിങ്ങൾ കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. കൊച്ചോ ബാക്കി ഒന്നും പ്രശ്നമേ അല്ല. ബാക്കിയൊന്നും കാര്യമല്ല. അതായത് ഇതാണ് ബാക്കി ഡിവോഴ്സ് വരുന്നത് ഒളിച്ചോട്ടോ കൊച്ചോ ബാക്കി ഒന്നും പ്രശ്നമേ അല്ല. ഡിവേഴ്സ് ഒളിച്ചോട്ടം കൊച്ച് ഒന്നും കാര്യമല്ല. ഉളുപ്പില്ലാത്തവൾ എന്നിട്ട് അതിന് ഉത്തരം തരുവാണ് ഒന്നും കാര്യമില്ലെന്ന്. അതായത് അവളെ ആക്ച്വലി ആങ്കർ പുച്ഛിക്കുവാണ്. നിനക്ക് കണ്ടന്റ് റീച്ച് ചെയ്ത് റവന്യൂ ഒക്കെയാണ് മുഖ്യം, ഡിവേഴ്സ് ഒളിച്ചോട്ടം കൊച്ച് മുഖ്യമല്ലെന്ന് പറയുമ്പോൾ ഇവള് ഒന്നും കാര്യമല്ലെന്ന്. അതായത് സ്വന്തം കൊച്ചിന് പോലും നീ വില കൽപ്പിക്കുന്നില്ല എന്ന് പരസ്യമായിട്ട് നീ വിളിച്ചു പോവാണ്. ചത്തൂടെ എന്നാണ് എനിക്ക് ചത്തൂടെ ഞാൻ ചോദിക്കത്തില്ല, ഞാൻ അത് ചോദിക്കുന്നില്ല. പക്ഷെ ഉളുപ്പുണ്ടോ അത് ചോദിക്കാലോ. ലല്ലുവിന്റെ അടുത്ത് എന്താ സംസാരിച്ചേ? ലല്ലുവിന്റെ മറുപടി എന്താ? നമ്മള് കേസിന്റെ കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു. ലല്ലു പറയുന്നത് എന്താ? അവര് ഓൾറെഡി കേസ് കൊടുത്തിട്ടുണ്ട് ഫസ്മിനക്കെതിരെ. ഫസ്മിനക്കെതിരെ എന്തിന്റെ പേരിൽ കേസ് കൊടുത്തു? അത് ഇവനെ ഹറാസും ബുള്ളിങ്ങും ചെയ്തിട്ടാണല്ലോ വീഡിയോസ് ഒക്കെ ഇടുന്നത്. ഡിവോഴ്സ് കഴിഞ്ഞിട്ടും അവനക്കെതിരായിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇട്ടിട്ട് അങ്ങനത്തെ ഒരു രീതിക്കാണ്. ഹറാസോ എൻ്റെന്ന് വാങ്ങിച്ച പൈസ നീ തരുമോ? ഞാൻ പിന്നെയും ചോദിക്കുക. എൻ്റെ ഫോൺ പൊട്ടിച്ചത്, എൻ്റെ വണ്ടി കൊണ്ട് ഇടിച്ച് ഇൻഷുറൻസിൻ്റെ ഇത് പോയത്, ഞാൻ വണ്ടി വിറ്റപ്പോൾ എനിക്ക് വന്ന 5 ലക്ഷം രൂപ നഷ്ടം, ഇതൊക്കെ നീ തരുമോ? നീ ഊബർ ഓടിച്ച്, നീ കൊളാബ് എരന്ന് വാങ്ങിച്ച് നീ നികത്തി തരുമോ എനിക്ക്? പിന്നെ പറയുന്നുണ്ടല്ലോ ഡിവോഴ്സ് ആക്കിയിട്ട് ഞാൻ ഇതാക്കുന്നു. ഡിവോഴ്സ് എനിക്ക് അവൻ തന്നിട്ടില്ല. തലാക്ക് അവൻ നിക്കാഹ് ഇതാക്കി ഒഴിവാക്കണം. ആ സംഭവം അവൻ എനിക്ക് തന്നിട്ടില്ല. ഞാൻ അവനായിട്ട് കോണ്ടാക്ട് ഇല്ല. അവൻ്റെ ഫാമിലി ആരെങ്കിലും കോണ്ടാക്ട് ചെയ്ത് ഇത് ഒഴിവാക്കിപ്പിക്കണം. മനസ്സിലായോ? ഇത് ഒഴിവാക്കി എൻ്റെ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ, ആ കേസിൻ്റെ കാര്യങ്ങൾ അത് അതുപോലെ ആവാണ്ട് ഞാൻ അവനെ വെറുതെ വിടണമെന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. ലല്ലു ഈ വിഷയത്തില് സഫയുടെ അടുത്ത് എന്താ സംസാരിക്കുന്നപ്പോ? എന്റെ അടുത്തൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. നമ്മള് നീ കേസായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യ്, നിന്നെ സൈബർ അറ്റാക്ക് ചെയ്യണം, നിന്നെ ഭീഷണിപ്പെടുത്തണം എന്നുള്ള രീതിക്ക് തന്നെ കേസ് കൊടുക്കുന്ന തന്നെ അവൻ എന്റെ അടുത്ത് പറഞ്ഞു. സഫ കംപ്ലൈന്റ് ചെയ്തിട്ടുള്ള കേസ് എന്താണ്? തന്നെ പോലീസ് സ്റ്റേഷന് കൊടുത്തത് എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള രീതിക്ക്. അപ്പോൾ നീ നേരത്തെ പറഞ്ഞത് നീ ഫുൾ ഡീറ്റെയിൽസ് എന്നെപ്പറ്റി, എൻ്റെ നാള് നക്ഷത്രം, ഞാൻ എപ്പോഴാണ് മുള്ളുന്നത് തൂറുന്നത്, ഇതൊക്കെ ലല്ലുവിനോട് ചോദിച്ചറിയണം, അങ്ങനെയാണ് കേസ് കൊടുക്കുന്നതെന്നല്ലേ? ഇപ്പം നീ ബുള്ളിങ് ഹറാസ്മെന്റിന് മാത്രമേ കേസ് കൊടുത്തിട്ടുള്ളൂ? ഈ അതുപോലെ തന്നെ ഇപ്പൊ സൈബർ അറ്റാക്ക് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നതിന് അപ്പുറത്തേക്കായിട്ട് ഇത്ര രീതിയിലേക്ക് വ്യക്തി എത്തി ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ആ രീതിയിലേക്ക് എന്തെങ്കിലും പരാതികളോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ കൂടുതലായിട്ട് കൊടുത്തില്ല. സൈബറിൽ കൊടുത്തു. സൈബറിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ കേസായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് വിചാരിച്ച. എത്ര വേണേലും വീഡിയോസ് ഇട്ടോടെ, വിഷയമല്ല. കോർട്ട് വഴി പോകുമ്പോ അതെനിക്ക് എന്താ വെച്ചാൽ, പക്ഷെ ഇത് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമല്ലേ? ഇതൊന്നും വേണ്ടല്ലോ ശരിക്കും. ഒരു എക്സ്പ്ലനേഷൻ, ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പൊ വക്കീലിന് പോലും അതിന് എതിർക്കേണ്ട കാര്യമില്ല. ഇപ്പൊ കേസ് കൊടുക്കുന്നതൊക്കെ അതിന്റെ രണ്ടാമത്തെ പക്ഷമാണ്. ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു വശം നടക്കുമ്പോ ശരിയല്ല എന്നുള്ളൊരു സാധനം, ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം പറയാനെങ്കിൽ നമ്മൾ തയ്യാറാവില്ല. അതെന്താ തയ്യാറാവാതിരുന്നത്? അത് ശരിയല്ലായെങ്കിൽ മാത്രല്ല, എന്നെ അത്രക്ക് നെഗറ്റീവായിട്ട് വീഡിയോസ് ഇട്ട ഒന്നും ഇല്ലാണ്ട് പോലും വെറുതെ, ഞാൻ പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ചാറ്റ്, ടിഷ്യൂ, ഇതെല്ലാം വെറുതെ ഇട്ടിട്ട് എന്നെ നെഗറ്റീവ് ആക്കിയിട്ടില്ലേ? അപ്പൊ അതിനൊക്കെ എതിരായിട്ടാണ് ചെയ്യണം. അപ്പൊ എല്ലാത്തിനും നമുക്ക് ഡെഫിനിഷൻ കൊടുക്കാൻ പറ്റൂലോ. ഉറപ്പായിട്ടും എല്ലാത്തിനും നമുക്ക് ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം നിനക്കൊന്നും പറയാനില്ല, അതുകൊണ്ട് നിനക്കൊന്നും ഡെഫിനേഷൻ തരാൻ പറ്റത്തില്ല. വീഡിയോ ചെയ്യണ പറഞ്ഞ കംപ്ലൈന്റ് കേസല്ല പറഞ്ഞ വീഡിയോ ചെയ്യാം. ഇനി ചെയ്യാന്നുള്ള പറഞ്ഞു. ഞാൻ പറഞ്ഞ അതുകൊണ്ടല്ല, ഒരു എക്സ്പ്ലനേഷൻ, നമുക്കൊരു സാധനം നമുക്കെതിരെ ആരോപണം വരുമ്പോ നമ്മളൊരു ക്ലാരിറ്റി കൊടുക്കൂലോ. അതുകൊണ്ട് ചെയ്തോണ്ടിരിക്കാനേ നേരമുള്ളൂ. ഇപ്പൊ തിരൂര് വെച്ച് നമ്മളെ കണ്ടെന്ന് പറയും. ഇനിയിപ്പൊ നമ്മളിപ്പോ കേസിന്റെ ആവശ്യത്തിന് ഒരുമിച്ച് അവിടെ പോയിക്കാൻ അവിടെ നിന്ന് കണ്ടെന്ന് പറയും. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ ആലുവ വെച്ച് ഒരുമിച്ച് പോയായിരുന്നു. അവിടെ വെച്ച് വരെ ഫസ്മിൻ പറഞ്ഞു, നിങ്ങൾ ആലുവയില് കേസിന് ഒരുമിച്ച് നടക്കുന്നില്ലേ? അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ ഇനി നമ്മൾ അങ്ങനെ പോകും തോറും അങ്ങനെ വീഡിയോസ് ഇട്ടോണ്ടിരിക്കും. മുൻകൂറായിട്ട് പുള്ളിക്കാർ ജാമ്യം എടുത്താണ്. ഇനി എന്നെ ലല്ലുവിനെ ഒരുമിച്ച് കാണും. പക്ഷെ ഞങ്ങൾ കേസിൻ്റെ കാര്യത്തിന് പോകുന്ന കേട്ടോ, ഞങ്ങൾ ആലുവ പോകുന്ന. ഇവള് തന്നെ എന്നോട് പറഞ്ഞു ഇവള് ആലുവയിൽ ഒറ്റയ്ക്കാണ് സൈബറിൽ പോയെന്ന്, ഇവളുടെ കൂടെ ആരും ഇല്ലെന്ന്. ഇപ്പോൾ ഇവള് ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഇവള് ലല്ലുവായിട്ടാണ് ആലുവ സൈബറിൽ പോയെന്ന്. അപ്പം നിങ്ങൾ കേസിന് വേണ്ടി എത്ര വട്ടം നിങ്ങൾ പോകും? കാരണം നിങ്ങൾ എന്തായാലും വേറെ രീതി എന്തായാലും സമ്മതിക്കാൻ പോകുന്നില്ല. കാരണം അവനൊരു മൊണ്ണ, നീ ഒരു വാണം. അപ്പം നിങ്ങൾ രണ്ടുപേരും ഈ മൊണ്ണയും വാണവും കൂടെ ചേർന്നിട്ട് ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. നിങ്ങൾ കേസിൻ്റെ ആവശ്യത്തിനല്ല, നിങ്ങൾ ചായ കുടിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കൊച്ചിന് സാധനം വാങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ കറങ്ങാൻ പോകുന്നു എന്ന് സമ്മതിക്കാനുള്ള ധൈര്യം രണ്ടിനും ഇല്ല. അപ്പം ഡെയിലി കേസിന് നിങ്ങൾ ആലുവയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. കാരണം ഞാനും കേസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളെ സമൻസ് ഒക്കെ വന്ന് വിളിക്കണമെങ്കിൽ ഒരു 3 മാസം എടുക്കും. എന്നെ പോലും ഇതുവരെ കോർട്ടിൽ നിന്ന് വിളിച്ചിട്ടില്ല. ഞാൻ കേസ് കൊടുത്തേക്കുന്നത് നവംബറിലാണ്. അപ്പോൾ എൻ്റെ സമൻസ് പോലും എത്താണ്ട് നിങ്ങളുടെ സമൻസ് ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് പെട്ടെന്ന് വന്ന് നിങ്ങൾ കേസ് ഇത്രയും പെട്ടെന്ന് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ
അതിൻ്റെ ഒരു ഛേദവികാരം എനിക്ക് മനസ്സിലാകുന്നില്ല. ഹസ്ബിനെ വിഷയത്തിൽ എന്താ പറഞ്ഞേ? ഹസ്ബിനെ ഇനിയിപ്പൊ ഈ ഇന്റർവ്യൂ ഇല്ലേ ഇത് എടുത്തിട്ട് ഇടും, കട്ട് ചെയ്ത് ഇടും. കൊറേ കോണ്ടന്റ് ആയില്ലേ, ഞാൻ അങ്ങനെ ചിന്തിക്കണുള്ളൂ. അവർക്ക് കുറച്ച് ഇപ്പൊ ഫണ്ടിന് ആവശ്യം ഉണ്ടാവുമായിരിക്കും, അപ്പൊ കോണ്ടന്റ് എടുത്തോട്ട്. എന്നെ വെച്ചിട്ട് ഇപ്പൊ നല്ല വ്യൂസ് കയറുന്നുണ്ട്, 4 lakh 5 lakh ഒക്കെ. ഫണ്ടിന് ആവശ്യമുണ്ടെന്ന് ഫണ്ടിന് കുറച്ച് ആവശ്യമുണ്ട്. ഞാനാണ് എരന്ന് കൊളാബ് ചോദിക്കുന്നത്, ഞാനാണ് പൈസ തരുമോയെന്ന് ചോദിക്കുന്നത്, ഞാനാണ് നിൻ്റെ അടുത്ത് വന്ന് 10,000 രൂപ കടം ചോദിച്ചത്. അപ്പം കുറച്ച് മുന്നേ ഇട്ടിരുന്ന ചാറ്റ്, ഈ വീഡിയോയിൽ തന്നെ ഇട്ടിരുന്ന ചാറ്റ്, ഞാനാണ് കടം ചോദിക്കുന്നത്. മീറ്റ് ചെയ്ത് വേറെ രീതിയിൽ പോയാൽ പൈസ കിട്ടിയാൽ അതും ഓക്കെയാന്ന്, അങ്ങനെയൊന്നും ഞാൻ സമ്മതിച്ചില്ല. അത്രയും ഗതികേട് എനിക്ക് എന്തായാലും ഇല്ല. എനിക്ക് അൽഹംദുലില്ലാ നല്ലൊരു വീടുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഉണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഗതികെട്ട് പൈസ ചോദിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നിന്നെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി പൈസ കിട്ടുന്നത് അത്രയും ദാരിദ്ര്യത്തിലോട്ട് പോകണോ സഫ? അങ്ങനെ ആക്കണോ? എല്ലാവരും കണ്ടൻറ്റൊക്കെ തന്നെ ചെയ്യുന്നത്, ഇതും കണ്ടൻറ്റൊക്കെ തന്നെയായിട്ട് കൂട്ടിയാൽ മതി. പക്ഷേ ഈ കണ്ടൻറ്റ് ഞാൻ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചും കൂടെ പേഴ്സണലി അടുപ്പമുണ്ട്. കാരണം ഇത് ചെയ്യുന്നത് എൻ്റെ മുൻ ഭർത്താവ്, തലാക്ക് തരാത്ത ഭർത്താവായ മൊണ്ണയും പിന്നെ കൂടെ കൊണ്ടുവരുന്ന കൂട്ടുകാരി എന്നുള്ളൊരു വാണം ഉണ്ടായിരുന്നു, ആ കൂട്ടുകാരിനെ പറ്റിയാണ്. അപ്പം പേഴ്സണലി അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റാണ് എനിക്കിത്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴേ പറഞ്ഞു വയ്ക്കാമല്ലോ. അടുത്ത വീഡിയോയിൽ വരുന്നത് CCTV ദൃശ്യങ്ങളാണ്. അതായത് ലല്ലു ആ കാറായിട്ട് എവിടെയൊക്കെ പോകുന്നു, ലല്ലു ആണോ കാറ് കൊണ്ട് നടക്കുന്നത്, നാജിയാണോ കാറ് കൊണ്ട് നടക്കുന്നത്, ആ വണ്ടി ശരിക്കും ഊബർ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തെളിയിക്കാം. ആൻഡ് ഓൾസോ ഞാനൊരു കോൾ റെക്കോർഡിങ്ങും ഇടുന്നതായിരിക്കും. ഇതൊന്ന് കേട്ട് നോക്കട്ടെ കേട്ടോ. സൗണ്ട് കേൾക്കാം, ഒരു കൈ കൊട്ടിക്കൊണ്ടിരുന്നോട്ട്. ശരി, ഒരു കൈ കൊട്ടിക്കൊണ്ടിരുന്നോട്ടെ. അത് ഞാൻ കൊട്ടിക്കൊണ്ടേ ഇരിക്കാം. നിനക്ക് തോന്നുവാണെങ്കിൽ നീ കൊട്ടിയാൽ മതി, അല്ലെങ്കിൽ നീ കൊട്ടണ്ട. നീ കൊട്ടുമോ കൊട്ടാണ്ടോ ഇരിക്കുക. പക്ഷെ എന്തായാലും എനിക്ക് വീഡിയോ ഇടാണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം അടുത്ത വീഡിയോ വളരെ നിർണായകമായിട്ടുള്ള വീഡിയോ ആണ്. അതിൽ ലല്ലുവിൻ്റെ ലൈവ് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്, ലല്ലുവിൻ്റെ സ്നാപ്പിൽ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം അസ്തഗ്ഫിറുല്ലാഹ്, ചെറിയ കുട്ടികൾ എൻ്റെ അടുത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കാണരുതെന്ന് ഞാൻ ഇപ്പോഴേ പറയുകയാണ്. ബിക്കോസ് എന്തിനാ വെറുതെ, എൻ്റെ വായിലെന്താ വരികയെന്നറിയില്ല. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. എന്ന് പബ്ബിലൂടെ ബാറിലൂടെ വെള്ളം അടിച്ചൊക്കെ നടക്കുന്ന ഫസ്മിന. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പോൾ ശരി.